ഹലോ മക്കളെ, നമ്മൾ ഇന്ന് കേരള ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഈ രണ്ട് ക്ലാസ്സോട് കൂടി നമ്മൾ കേരള ഹിസ്റ്ററി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ പഠിക്കാനുള്ള കണ്ടൻറ്റേ ഉള്ളൂ. കൃത്യമായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിലിമിനറി എക്സാമിന് നല്ല മാർക്ക് തന്നെ കേരള ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് കേൾക്കുക. പിന്നെ അതേപോലെ തന്നെ SCERT നന്നായി പഠിക്കുക. SCERTയുടെ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതായത് 3 ദിവസം കൊണ്ട് SCERT കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വിക്ക് റിവിഷൻ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അത് ക്വിക്ക് റിവിഷൻ എന്നുള്ള പ്ലേലിസ്റ്റിലുണ്ട്. SCERT ക്വിക്ക് റിവിഷൻ എന്നുള്ള പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. അല്ലാതെ തന്നെ SCERT കെമിസ്ട്രി, SCERT ഫിസിക്സ്, SCERT ബയോളജി, SCERT സോഷ്യൽ തുടങ്ങിയ പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ കോഡ് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സുകൾ കോഡ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പ്ലേലിസ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്താണോ അതനുസരിച്ച് നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കി ക്ലാസ്സുകൾ നോക്കി കാണാം. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാക്കിയാണെന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് വൈക്കം സത്യാഗ്രഹം, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം തൊട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഒന്ന്, കുളച്ചൽ യുദ്ധം നമ്മൾ പെട്ടെന്ന് അറിയാതെ വിട്ടുപോയതാണ്. കുളച്ചൽ യുദ്ധം, അതേപോലെ തന്നെ മലബാർ ജില്ലാ കോൺഗ്രസ്. ഇത് രണ്ടും PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണമല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുളച്ചൽ യുദ്ധം പറയാം. കുളച്ചൽ യുദ്ധം എന്നാണ് നടന്നത്? കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10-നാണ്. 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചൽ യുദ്ധം. അപ്പോൾ 1741 നമുക്ക് മിക്കവർക്കും കിട്ടും. പക്ഷേ ഡേറ്റൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിങ് ആയി പോകും അല്ലേ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുളച്ചൽ എന്ന് പറയുമ്പോൾ ഒരു കുളം നമ്മുടെ മനസ്സിലേക്ക് വരണം. കുളം മനസ്സിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ കുളം എന്ന് പറയുന്ന വട്ടത്തിലല്ലേ. അപ്പോൾ ഓഗസ്റ്റ് 10 എന്ന് പറയുമ്പോഴും 10-നൊരു 0 അല്ലേ, 0 ഉണ്ട്, ഒരു വട്ടത്തിലാണ് 0. ഇനി ഓഗസ്റ്റ് എന്ന് പറയുന്നത് 8-ാം മാസമാണ്. 8-ാം മാസം എന്ന് പറയുന്നത് 8, നമ്മൾ 2 പൂജ്യങ്ങൾ ചേർത്ത് വെച്ച് നമുക്ക് അവിടെ 8 കിട്ടും. അപ്പം നമ്മൾ മനസ്സിലേക്ക് ഒരു 3 കുളങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവരാം. 3 കുളം, 8-ന് 2 കുളങ്ങൾ അടുപ്പിച്ച് വെച്ചു, പിന്നെ 10-ന് വേണ്ടിയിട്ട് ഒരു കുളം. അങ്ങനെ ഓഗസ്റ്റ് 10 നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ഡേറ്റുകളൊക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് മറന്നു പോകും. ഇത് കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ഒരു 3 വർഷം 2 വർഷം 3 വർഷമൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് PSC പഠിക്കുന്നവർ ഒരിക്കലും മറക്കില്ല. കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10-നാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ച് സൈന്യവും തമ്മിൽ നടന്ന യുദ്ധമാണ് അല്ലേ. ഈ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണ്? അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു വിദേശ ശക്തി ഒരു രാജാവിനോട് അല്ലെ, ഇന്ത്യയിൽ ഒരു രാജാവിനോട് ഒരു വിദേശ ശക്തി പരാജയപ്പെട്ട യുദ്ധമാണ് അല്ലെ. പരാജയപ്പെട്ടു, പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു ഡച്ചുകാർ. ആരോട്? മാർത്താണ്ഡവർമ്മയോട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും ഇങ്ങനെ ഒരു യുദ്ധം വന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് കുളച്ചൽ യുദ്ധം ഉണ്ടായത്? അതായത് നിങ്ങൾക്ക് അറിയാലേ, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നാണ് മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നത്. ആദ്യം വെറും വേണാട് എന്ന് പറഞ്ഞൊരു ചെറിയൊരു പ്രദേശം മാത്രമായിരുന്നു. പിന്നീട് ആ വേണാടിനെ തിരുവിതാംകൂർ എന്നുള്ള അത്ര ഒരു വിസ്തൃതമായ ഒരു സ്ഥലത്തിലേക്ക് വ്യാപിപ്പിച്ചത്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയും അദ്ദേഹത്തിന്റെ ഈ രാജവിസ്തൃതി തിരുവിതാംകൂർ എന്നുള്ളത് ഇത്ര അധികം വിസ്തൃതമാക്കിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ അദ്ദേഹം പല സ്ഥലങ്ങളും, കായംകുളം, ആറ്റിങ്ങൽ, അതുപോലെയുള്ള പല സ്ഥലങ്ങളും ആക്രമിച്ച് കീഴ്പ്പെടുത്തി അദ്ദേഹത്തിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ ഇങ്ങനെ ഈ മാർത്താണ്ഡവർമ്മയുടെ വിസ്തൃതി, ആ രാജവിസ്തൃതി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഡച്ചുകാർക്ക് ഒരു ഭീഷണിയായിരുന്നു. കാരണം ഡച്ചുകാര് കായംകുളം, അതുപോലെ തന്നെ ആറ്റിങ്ങൽ, ഇവിടെയൊക്കെ അവിടത്തേക്ക് ഈ കുരുമുളകിന്റെ കുത്തക അവകാശം ഈ ഡച്ചുകാർക്കായിരുന്നു. അപ്പൊ ഈ സ്ഥലങ്ങളിലെല്ലാം മാർത്താണ്ഡവർമ്മ കീഴ്പ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് അവിടെ വ്യാപാരം, കുരുമുളക് വ്യാപാരം ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായി. അപ്പൊ ഇത് ഇവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു കണ്ടിട്ട് സിലോണിൽ നിന്നും, സിലോൺ എന്ന് പറയുന്നത് ഇന്നത്തെ ശ്രീലങ്കയാണല്ലേ, അവിടെ നിന്നും ഡച്ച് ഗവർണറായിട്ടുള്ള ഇംഹോഫ് നമ്മുടെ കേരളത്തിലേക്ക് എത്താണ്. ഡച്ച് ഗവർണറുടെ പേരെന്താണ്? ഇംഹോഫ്. അങ്ങനെ അദ്ദേഹം ഇവിടേക്ക് കേരളത്തിലേക്ക് എത്തുന്നു. അപ്പൊ കേരളത്തിലെ സ്ഥിതി എന്താണ്? കേരളത്തിൽ മാർത്താണ്ഡവർമ്മ ഇതുപോലെ തന്നെ കീഴ്പ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യത്തിലെ റാണിയാണ് ഇളയെടുത്ത് റാണി എന്ന് പറയുന്നത്. ഇളയെടുത്ത് റാണിയുടെ സ്ഥലം ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇളയെടുത്ത് റാണീനെ സ്ഥാനഭ്രഷ്ടിയാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ ഇളയെടുത്ത് റാണി എന്ന് പറയുന്നത് ഡച്ചുകാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ഒരു രാജ്യത്തെ ഭരണാധികാരിയാണ്. അപ്പൊ ഇവരെ സംരക്ഷിക്കേണ്ട കടമയും ആർക്കുണ്ട്? ഡച്ചുകാർക്കുണ്ട്. കാരണം ഡച്ചുകാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ഒരു ഭരണാധികാരിയാണ് ഇളയെടുത്ത് റാണി. അപ്പൊ അവരെ സംരക്ഷിക്കേണ്ട കടമയും ഡച്ചുകാർക്കുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ ഈ സാഹചര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഈ ഡച്ച് ഗവർണർ ആയിട്ടുള്ള ഇംഹോഫ് നമ്മുടെ മാർത്താണ്ഡവർമ്മയുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടാണ്. അതായത് ഒരു ഒത്തുതീർപ്പ് പോലെ.
അപ്പം ഇവർ കുറച്ച് കണ്ടീഷൻസ്, നമ്മുടെ ഇംഫോഫ് കുറച്ച് കണ്ടീഷൻസ് വെക്കും മാർത്താണ്ഡവർമ്മയുടെ അടുത്ത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് തങ്ങളുമായിട്ട് സൗഹൃദത്തിലുള്ള നാട്ടുരാജ്യങ്ങൾ ആക്രമിക്കാൻ പാടില്ല. അപ്പം മാർത്താണ്ഡവർമ്മയുടെ അടുത്ത് ഇംഹോഫ് വെച്ച നിർദ്ദേശങ്ങളാണ്. ഒന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് തങ്ങളുമായിട്ട്, ഡച്ചുകാരുമായിട്ട് സൗഹൃദത്തിലിരിക്കുന്ന നാട്ടുരാജ്യങ്ങൾ ആക്രമിക്കാൻ പാടില്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡച്ചുകാർക്ക് കുരുമുളക് വ്യാപാരം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കണ്ടീഷൻ. ഇതിന് മറുപടിയായിട്ട് മാർത്താണ്ഡവർമ്മ പറഞ്ഞത്, ഞാൻ നെതർലാൻഡ് അഥവാ ഹോളണ്ട് അല്ലെ, നെതർലാൻഡ് ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് ആര് മറുപടി പറഞ്ഞത്? മാർത്താണ്ഡവർമ്മ. അപ്പൊ ഡച്ചുകാർ പറഞ്ഞു, ഡച്ച് എന്ന് പറയുന്നത് നെതർലാൻഡ് ആണല്ലേ, അപ്പൊ ഡച്ചുകാർ പറഞ്ഞു തങ്ങളുമായിട്ട് സൗഹൃദത്തിലുള്ള നാട്ടുരാജ്യങ്ങളെ ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ മാർത്താണ്ഡവർമ്മ അതിന് മറുപടി കൊടുത്തത്, ഞാൻ നെതർലാൻഡ് ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് മറുപടി കൊടുത്തത്. ഇത് ഇംഫോഫിനെ വളരെയധികം കോപാകുലനാക്കി. സ്വാഭാവികം മാത്രം. അദ്ദേഹം ഇത് നമ്മുടെ മാർത്താണ്ഡവർമ്മയുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിന് തയ്യാറെടുപ്പ്. അപ്പൊ ഇവരെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കുളച്ചൽ മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശം എന്ന് പറയുന്നത് തുണി വ്യവസായത്തിന് വളരെയധികം പേരുകേട്ട സ്ഥലമാണ്. കുളച്ചൽ മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലം. അപ്പൊ ഇവിടെ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയ്ക്ക് റവന്യൂ കുറയും, അതായത് അവിടെ നിന്ന് കിട്ടുന്ന ചുങ്കം കുറയും അല്ലെ, വരുമാനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്താൻ സാധിക്കില്ല. പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് സിലോണിൽ നിന്നും അല്ലെങ്കിൽ ശ്രീലങ്കയിൽ നിന്നും പെട്ടെന്ന് തന്നെ അവിടെ പട്ടാളക്കാരെ ഇറക്കി യുദ്ധം ചെയ്യാനും എളുപ്പമാണ് ഈ നമ്മുടെ കുളച്ചൽ മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശം എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ കടൽ മാർഗം യുദ്ധം ആരംഭിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്നത് നായർ പടയാണ് അല്ലെ. തിരുവിതാംകൂർ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെയൊക്കെ സംരക്ഷണം നായർ പടയ്ക്കാണ്. അപ്പൊ ഈ നായർ പട എന്ന് പറയുന്നത് ഒരിക്കലും സമുദ്രമാർഗം സഞ്ചരിക്കില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കും, ഈ ഉന്നത കുലത്തിൽപ്പെട്ടവർ ഒരിക്കലും സമുദ്രമാർഗം സഞ്ചരിക്കാൻ പാടില്ല. അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കുലത്തിൽ നിന്ന് തന്നെ ഭ്രഷ്ട് കൽപ്പിക്കും. നിങ്ങൾ ഈ രാജാ റാം മോഹൻ റോയിനൊക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. രാജാ റാം മോഹൻ റോയ്ക്ക് ഇതുപോലെ അദ്ദേഹത്തിന്റെ കുലത്തിൽ നിന്ന് തന്നെ ഭ്രഷ്ട് കൽപ്പിച്ചാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം സതി നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രയത്നിച്ചാണ് അല്ലെ. 1829 അദ്ദേഹത്തിന്റെ ഈ രാജാ റാം മോഹൻ റോയുടെ പ്രവർത്തന ഫലമായിട്ടാണ് വില്യം ബെന്റിക് പ്രഭു സതി നിരോധിച്ചത്. അപ്പൊ അത് മാത്രമല്ല, അദ്ദേഹം കടൽ മാർഗം നമ്മുടെ അക്ബർ രണ്ടാമനാണല്ലോ അദ്ദേഹത്തിന് രാജ എന്നുള്ള പദവി നൽകുന്നത്. അതെന്തിനാണ് പദവി നൽകിയെന്ന് വെച്ചാൽ ഈ അക്ബർ രണ്ടാമന്റെ അഭ്യർത്ഥന പ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം ബ്രിട്ടനിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് ഇദ്ദേഹത്തിന് വരുമാനം കൂടുതലായി നൽകണം. അക്ബർ രണ്ടാമൻ അന്ന് ഇവിടെയൊക്കെ ഭരിച്ചിരുന്നത് ബ്രിട്ടനാണ് അല്ലെ. അപ്പൊ അവരാണ് നമ്മുടെ ആ സമയത്തുണ്ടായിരുന്ന രാജാക്കന്മാർക്ക് എല്ലാവർക്കും നൽകിയിരുന്നത്? നിശ്ചിത വരുമാനം നൽകിയിരുന്നത്. അപ്പൊ തങ്ങൾക്ക് നൽകുന്ന വരുമാനത്തിൽ അല്ലെങ്കിൽ നൽകുന്ന പണത്തിൽ അല്പം വർധനവ് വരുത്തണം എന്നുള്ള അഭ്യർത്ഥന ഈ ബ്രിട്ടനിൽ ചെന്നിട്ട് നേരിട്ട് അവിടുത്തെ രാജാവിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അക്ബർ രണ്ടാമന്റെ ഒരു ദൂതനെ പോലെ ബ്രിട്ടനിലേക്ക് പോയത് രാജാ റാം മോഹൻ റോയ് ആണ്. രാജാ റാം മോഹൻ റോയ് അവിടെ വെച്ചിട്ട് തന്നെയാണ്, ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് മരണപ്പെടുന്നത് അല്ലെ. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ 1833 മരണപ്പെടുന്നത്. അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശവകുടീരവും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് രാജാ റാം മോഹൻ റോയൊക്കെ കടൽ മാർഗം സഞ്ചരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇതിൽ തന്നെ ഭ്രഷ്ട് കൽപ്പിച്ചു. അതേപോലെ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ കടൽ മാർഗം സഞ്ചരിച്ച ആദ്യത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ശ്രീ ചിത്തിര തിരുനാളാണ്. ശ്രീ ചിത്തിര തിരുനാൾ എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിലെ ഏറ്റവും അവസാനത്തെ ഭരണാധികാരിയാണല്ലേ ശ്രീ ചിത്തിര തിരുനാൾ. അപ്പൊ ശ്രീ ചിത്തിര തിരുനാളാണ് ആദ്യമായിട്ട് കടൽ മാർഗം സഞ്ചരിച്ചിട്ടുള്ള തിരുവിതാംകൂറിലെ ഭരണാധികാരി എന്ന് പറയുന്നത്. അതിനുള്ള കാരണം ഇതാണ്, അവർക്ക് ആ കാലത്ത് ഈ കടൽ മാർഗം സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഒരു അയിത്തമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവരെ കുലത്തിൽ നിന്ന് തന്നെ ഭ്രഷ്ട് കൽപ്പിക്കും. അങ്ങനെയാണ്. അപ്പൊ ഈ സമയത്ത് ഈ നായർ പടയ്ക്ക് ഈ കടൽ മാർഗം സഞ്ചരിച്ച് ചെന്നിട്ട് ഇവരുമായിട്ട് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ നമ്മുടെ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ സഹായം തേടി. ഈ മത്സ്യത്തൊഴിലാളികൾ മാർത്താണ്ഡവർമ്മയെ സഹായിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ഇദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഡച്ചുകാർക്കെതിരെ പട നയിക്കുകയും ചെയ്തു. അതെ, പട നയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള മാർഗങ്ങളിൽ കൂടെ ഇവരുടെ പരാജയപ്പെടുത്താൻ സഹായിച്ചു. അതായത് ഈ മുക്കുവർക്കൊക്കെ കൃത്യമായിട്ട് കടലിന്റെ ശാസ്ത്രമൊക്കെ അറിയാലോ. അവർ ഈ മുങ്ങി ചെന്നിട്ട് ഈ പീരങ്കികളും അതുപോലെ വെടിക്കോപ്പുകളൊക്കെ ആയിട്ട് വരുന്ന ഡച്ചുകാരുടെ കപ്പലുകൾക്കെല്ലാം തുള വീഴ്ത്തുകയും ഈ കപ്പലുകൾ വെള്ളത്തിൽ മുക്കുകയും ചെയ്തു. അപ്പൊ തന്നെ പകുതി അവരുടെ ശക്തി ചോർന്നു പോയിട്ടുണ്ടാവും അല്ലെ. പിന്നെ അത് മാത്രമല്ല, ഇവരുടെ ആയുധപ്പുരയ്ക്ക് അല്ലെങ്കിൽ ഈ വെടിക്കോപ്പുകളൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ശാലയ്ക്ക്
1741 ഓഗസ്റ്റ് 5-ന് ഇവർ തീ കൊളുത്തി അങ്ങനെ ഒരുപാട് സൈനികർ ഭയന്നോടി. അപ്പൊ ഇങ്ങനെ പല മാർഗങ്ങളിൽ കൂടി ഇവരെ പരാജയപ്പെടുത്താണ് ഉണ്ടായത്. അപ്പൊ ഡച്ചുകാരെ പരാജയപ്പെടുത്തി അദ്ദേഹത്തിന്റെ സൈന്യത്തെയും സൈനിക തലവനെയും മാർത്താണ്ഡവർമ്മ കീഴടക്കി അവരെ ബന്ദികളാക്കി. അതിലെ സൈനിക തലവനാണ് ഡിലനോയ് എന്ന് പറയുന്നത്, ഡിലനോയ്. അപ്പൊ ആദ്യം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി തടവിലാക്കിയെന്നുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ മാർത്താണ്ഡവർമ്മ ഡിലനോയെ ഈ മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന് പരിശീലനം നൽകാനുള്ള വ്യക്തിയാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡിലനോയ് ആണ് അല്ലെ. ഡിലനോയ് ഏകദേശം 30 വർഷത്തോളം ഇവിടെ മാർത്താണ്ഡവർമ്മയുടെ മരണത്തിന് ശേഷവും അല്ലെ, നമ്മുടെ കാർത്തിക തിരുനാളൊക്കെ വരുന്ന സമയത്തൊക്കെ അദ്ദേഹമാണ് ഡിലനോയ് ആണ് സൈന്യത്തിന്റെ തലവനായിരുന്നത്, സൈന്യത്തിന് പരിശീലനം നൽകിയിരുന്നത്. ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് അല്ലെ. ഉദയഗിരി കോട്ടയിലാണ്. ഈ ഉദയഗിരി കോട്ട പണി കഴിപ്പിച്ചതും ഡിലനോയ് തന്നെയാണ്. ഉദയഗിരി കോട്ട, അതേപോലെ തന്നെ നെടുങ്കോട്ട എന്ന് പറയുന്നത് നമ്മുടെ ടിപ്പു സുൽത്താന്റെ ഒക്കെ ആക്രമണം തടയുന്നതിന് വേണ്ടി വടക്കുഭാഗത്ത്, നമ്മുടെ ഈ തിരുവിതാംകൂറിന്റെ വടക്കുഭാഗത്തായിട്ട് പണി കഴിപ്പിക്കുന്ന കോട്ടയാണ് നെടുങ്കോട്ട എന്ന് പറയുന്നത്. അപ്പൊ ഈ നെടുങ്കോട്ട, ഉദയഗിരി കോട്ടയൊക്കെ പണി കഴിപ്പിച്ചത് ആരാണ്? ഈ ഡിലനോയ് ആണ്. ഡിലനോയുടെ നേതൃത്വത്തിലാണ്. ഇതിലെ ഈ ഉദയഗിരി കോട്ടയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശവകുടീരവും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കുളച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഓർമ്മയുണ്ടാകണം. ആദ്യമായിട്ട് ഒരു വിദേശ ശക്തിയെ ഇന്ത്യൻ മണ്ണിൽ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് നമ്മുടെ കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് കുളച്ചിൽ യുദ്ധം നടന്നത്. 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചിൽ യുദ്ധം നടന്നത്. കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യാധിപനായിരുന്ന വ്യക്തിയാണ് ഡിലനോയ് എന്ന് പറയുന്നത്. ഡിലനോയ് പിന്നീട് നമ്മുടെ തിരുവിതാംകൂർ സൈന്യത്തിന്റെ തലവനാവുകയും അദ്ദേഹത്തെ വലിയ കപ്പിത്താൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ശവകുടീരം ഉദയഗിരി കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. അടുത്തത് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ. മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ 5 സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. 1916 നമുക്കറിയാം അല്ലെ. നമ്മുടെ ഇവിടുത്തെ ലക്നൗ സമ്മേളനം 1916-ലാണ് ലക്നൗ സമ്മേളനം നടക്കുന്നത്. INC-യുടെ ലക്നൗ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? അതായത് സൂററ്റ് പിളർപ്പിന് ശേഷം പിന്നീട് ഈ മിതവാദികളും അതുപോലെ തന്നെ തീവ്ര ദേശീയവാദികളും നമ്മുടെ INC-യും മുസ്ലിം ലീഗും എല്ലാവരും ഒന്നിച്ചു ചേർന്ന ഒരു സമ്മേളനമാണ് ലക്നൗ സമ്മേളനം. 1916-ലെ ലക്നൗ സമ്മേളനം. അതേപോലെ തന്നെ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും പങ്കെടുത്ത സമ്മേളനമാണ് ലക്നൗ സമ്മേളനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ളതാണ് 1916-ലെ INC-യുടെ ലക്നൗ സമ്മേളനത്തിന്. അതേപോലെ തന്നെ 1916-ൽ തന്നെയാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ആനി ബസന്ത് ആയിരുന്നു. ആനി ബസന്ത് നമ്മുടെ INC-യുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്ത് ആണ് അല്ലെ. അപ്പൊ ആനി ബസന്ത് ആണ് ഈ നമ്മുടെ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിന്റെ അധ്യക്ഷ എന്ന് പറയുന്നത്. 1916-ലാണ്. ഇനി ഇതിന്റെ ഓരോ സമ്മേളനങ്ങളും നടന്നതിന്റെ സ്ഥലം അല്ലെങ്കിൽ വേദി എവിടെയാണെന്ന് പഠിക്കാൻ സിമ്പിളാണ്. അതെന്റെ കോഡല്ല, എങ്കിലും വളരെ എളുപ്പമായതുകൊണ്ട് ആ കോഡ് പറഞ്ഞുതരാണ്. അതായത് പാലക്കാടുള്ള കോഴിയുടെ തല വടക്കോട്ട് ചെരിഞ്ഞെന്ന് പഠിച്ചാൽ മതി. പാലക്കാടുള്ള കോഴിയുടെ തല വടക്കോട്ട് ചെരിഞ്ഞ്. സിമ്പിൾ കോഡല്ലേ. പാലക്കാടുള്ള കോഴിയുടെ തല. അപ്പൊ പാലക്കാട് ഒന്നാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് പാലക്കാടാണ്. ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് പാലക്കാടാണ്. പാലക്കാടുള്ള കോഴിയുടെ തല. അപ്പൊ കോഴിയല്ലേ രണ്ടാമത് വന്നത്. അപ്പൊ രണ്ടാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് കോഴിക്കോടാണ് രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സർ CP രാമസ്വാമി അയ്യരായിരുന്നു. സർ CP രാമസ്വാമി അയ്യരാണ് രണ്ടാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. കോഴിക്കോടാണ് നടന്നത്. അപ്പൊ പാലക്കാടുള്ള കോഴിയുടെ തല. അപ്പൊ തലശ്ശേരി. മൂന്നാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1918 തലശ്ശേരിയിലാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ടാണ് നടന്നത്. 16, 17, 18, 19, 20 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷമാണ് നടന്നത്. അപ്പൊ നമുക്ക് വർഷം പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. 16-ൽ തുടങ്ങിയ 17-ൽ രണ്ടാമത്തത്, 1918 മൂന്നാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നു. എവിടെയാണ്? തലശ്ശേരിയിലാണ് നടന്നത്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആസാദ് അലിഖാൻ. മൂന്നാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആസാദ് അലിഖാൻ. ഇനി നാലാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് വടകരയിലാണ്. വടക്കോട്ട് ചരിഞ്ഞെന്നല്ലേ പഠിച്ചത്. വടകരയിലാണ് നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1919 നടന്നത്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് KP രാമൻ മേനോനാണ്.
അധ്യക്ഷന്മാരെ പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ എക്സാമിന് പഠിച്ചാൽ മതി. പക്ഷേ ആദ്യത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പഠിക്കണം ആനി ബസന്ത് ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആനി ബസന്ത് ആണ് എന്നുള്ളത് നിർബന്ധമായിട്ടും പഠിക്കണം. ബാക്കിയുള്ള അധ്യക്ഷന്മാരെ നിങ്ങൾ മെയിൻ എക്സാമിന് പഠിച്ചാലും മതി. അപ്പം നമ്മൾ പറഞ്ഞത് 4ാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് വടകരയിലാണ്. അധ്യക്ഷൻ എന്ന് പറയുന്നത് KP രാമൻ മേനോനാണ്. വടക്കോട്ട് ചരിഞ്ഞ് അല്ലെ, ചരിഞ്ഞ്. അപ്പം 5ാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം മഞ്ചേരി, ചരിഞ്ഞ് എന്നതിൽ നിന്നും മഞ്ചേരിയിലാണ് 5ാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത്. അതിന്റെ അധ്യക്ഷൻ കസ്തൂരി രംഗനായിരുന്നു. കസ്തൂരി രംഗ അതോടെ കൂടി തന്നെ ഇതിന്റെ അവസാനിച്ചു. ഈ രംഗം വിട്ടു, എല്ലാവരും രംഗം വിട്ടു. കസ്തൂരി രംഗനാണ് അവസാനത്തെ അല്ലെങ്കിൽ 1920 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഈ സമ്മേളനത്തിൽ 5ാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്താണെന്നുള്ളത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും പഠിക്കണം. കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് ഭരണപരിഷ്കാരം തുടങ്ങിയ വിഷയങ്ങളാണ് 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നതൊക്കെയാണ്. കുടിയാൻ പ്രശ്നവും ഖിലാഫത്ത് ഭരണപരിഷ്കരണവും. കുടിയാൻ പ്രശ്നവും ഖിലാഫത്ത് ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് ഭരണപരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളാണ് 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ചർച്ച ചെയ്തത്. ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ ആനി ബസന്തൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ആനി ബസന്തും അനുയായികളും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതോടുകൂടിയിട്ട് ഈ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം അവിടെ അവസാനിച്ചു. അപ്പോൾ ഒരു പിളർപ്പ് ഉണ്ടായില്ലേ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സൂററ്റ്, നമ്മുടെ INCയിൽ പിളർപ്പുണ്ടായത് സൂററ്റ് സമ്മേളനത്തിലാണ്. അതുകൊണ്ട് കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് ഈ 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമാണ്. സിമ്പിൾ അല്ല പഠിക്കാൻ. 1916 തൊട്ടിട്ട് 16, 17, 18, 19, 20 ഈ 5 തവണയാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഇതിന്റെ വേദി പഠിക്കാൻ സുഖമാണ്. പാലക്കാടുള്ള കോഴിയുടെ തല വടക്കോട്ട് ചെരിഞ്ഞ്. പാലക്കാട്, കോഴിക്കോട്, തലശ്ശേരി, വടകര, ചരിഞ്ഞ് എന്നുള്ളതിൽ നിന്നും മഞ്ചേരി, ഇങ്ങനെ 5 സ്ഥലത്തായിട്ടാണ് നടന്നത്. ആദ്യത്തെ അധ്യക്ഷനും അവസാനത്തെ അധ്യക്ഷനും നിർബന്ധമായിട്ടും പഠിക്കുക. ആദ്യത്തേത് ആനി ബസന്താണ്, അവസാനത്തത് ആരാണ്? കസ്തൂരി രംഗനാണ്. അപ്പൊ ആദ്യത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തവർ ബസ്സിൽ വന്നു, ഇതിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എല്ലാവരും ബസ്സിൽ വന്നു എന്ന് ഓർത്താൽ മതി. അപ്പൊ ആനി ബസന്ത്. അവസാനത്തോടു കൂടി പിന്നെ എല്ലാവരും രംഗം വിട്ടുപോയില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ കസ്തൂരി രംഗനാണ് അവസാനത്തത്. ബാക്കിയുള്ളത് പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മെയിൻ എക്സാമിന് വേണ്ടി പഠിക്കുക. പിന്നെ കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമാണ്. ഈ 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയാണ്? കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് ഭരണപരിഷ്കരണം ഈ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. കാര്യം ഓർത്തിരിക്കുക. ഇനി 1920 നമ്മുടെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം അവസാനിച്ചു അല്ലെ. പക്ഷേ ആ സമയത്ത് നമ്മുടെ KPCC ഉദയം പ്രാപിക്കുകയാണ്. KPCC 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം 1920 നാഗ്പൂർ സമ്മേളനം നടക്കുകയാണ്. നാഗ്പൂർ സമ്മേളനത്തിൽ എന്ത് തീരുമാനിച്ചു? പ്രാദേശിക അടിസ്ഥാനത്തിൽ, അതായത് ഭാഷാപരമായിട്ടുള്ള ഭാഷയുടെ അടിസ്ഥാനത്തിൽ, പ്രാദേശിക അടിസ്ഥാനത്തിൽ ഈ INC അല്ലെങ്കിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം. പ്രാദേശിക അടിസ്ഥാനത്തിലും കോൺഗ്രസ് കമ്മിറ്റികൾ വേണം, അല്ലാണ്ട് ദേശീയ അടിസ്ഥാനത്തിൽ ഒരൊറ്റ INC പോരാ. പകരം ഇതിന്റെ പ്രാദേശികമായിട്ട് ഭാഷാടിസ്ഥാനത്തിലും എന്ത് വേണം? INCകൾ അല്ലെങ്കിൽ കോൺഗ്രസ് കമ്മിറ്റികൾ വേണം എന്നുള്ള തീരുമാനം എന്നാണ് ഉണ്ടായത്. 1920 നാഗ്പൂർ സമ്മേളനം, INCയുടെ നാഗ്പൂർ സമ്മേളനത്തിലുണ്ടായി. ഇതേ തുടർന്ന് KPCC, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി, കേരളത്തിൽ രൂപം കൊള്ളാണ്. ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് കെ മാധവൻ നായരാണ്. പഠിക്കാൻ എളുപ്പമാണ്. നമ്മുടെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 16 തുടങ്ങിയിട്ട് 20 അവസാനിച്ചു അല്ലെ. 20 അവസാനിച്ചു. അപ്പൊ അത് അവസാനിക്കുമ്പോഴാണ് KPCC രൂപം കൊള്ളുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുകയാണ്. ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് കെ മാധവൻ നായരാണ് ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നതും പാലക്കാട് തന്നെയാണ്. നമ്മൾ നേരത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? പാലക്കാടല്ലേ. അതേപോലെ തന്നെ ഈ KPCCയുടെ ആദ്യത്തെ സമ്മേളനം നടന്നതും പാലക്കാട് തന്നെയാണ്. പാലക്കാട് ഒറ്റപ്പാലത്താണ് നടന്നത്. ഇതിന് നടന്ന ഡേറ്റ് കൃത്യമായിട്ട് പഠിക്കണം. 1921 ഏപ്രിൽ 23 1921 ഏപ്രിൽ 23 KPCCയുടെ ആദ്യത്തെ സമ്മേളനം പാലക്കാട് ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്നത്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് T പ്രകാശം, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന T പ്രകാശമായിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. 1921 ആദ്യ സമ്മേളനം നടക്കുന്നത്. T പ്രകാശമാണ് അധ്യക്ഷന്. പാലക്കാട് ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് സമ്മേളനം നടന്നത്. പിന്നെ അതുകൂടാതെ പിന്നെ PS ചോദിക്കുന്നത് 21 കഴിഞ്ഞാൽ പിന്നെ 28 സമ്മേളനത്തെ കുറിച്ചിട്ടാണ്. 1928 സമ്മേളനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അതിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്.
1928 KPCCയുടെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആ സമ്മേളനം നടന്നത് പയ്യന്നൂരിൽ വെച്ചിട്ടാണ്. ആ സമ്മേളനം നടന്നത് കണ്ണൂര് പയ്യന്നൂരിൽ വെച്ചിട്ടാണ് 1928 ആ സമ്മേളനം നടന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. KPCC എന്നാണ് 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 1921 ഏപ്രിൽ 23-നാണ്. 1921 ഏപ്രിൽ 23-നാണ് ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലെ. ടി പ്രകാശമാണ് അധ്യക്ഷത വഹിച്ചത്. പിന്നെ 1928 സമ്മേളനം പയ്യന്നൂരിൽ വെച്ചിട്ടാണ് നടന്നത്. അതിന്റെ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ. അടുത്തത് നമ്മുടെ വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. അതിന് കാരണമുണ്ട്. കാരണം വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഐക്യത്തിനെതിരെ നടന്ന സംഘടിത കലാപം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഐക്യത്തിനെതിരെ നടന്ന ഒരു സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹം നടന്നത് ഒരിക്കലും ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി ആയിരുന്നില്ല അല്ലെ. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ വേണ്ടി ആയിരുന്നില്ല, പകരം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടവഴികളിലൂടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി. വൈക്കം എന്ന് പറയുന്നത് അറിയാലോ, കോട്ടയം ജില്ലയിലാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടവഴിയിൽ കൂടി ബാക്കിയുള്ള മതവിഭാഗങ്ങൾക്ക്, അതായത് ഹിന്ദുക്കളിൽ താഴ്ന്ന ജാതിക്കാർക്ക് പറ്റില്ല, അല്ലാതെയുള്ള മുസ്ലിം വിഭാഗക്കാർക്ക്, അതേപോലെ ക്രിസ്ത്യൻ വിഭാഗക്കാർക്ക് എല്ലാവർക്കും നടക്കാൻ സാധിക്കും. പക്ഷേ ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെയാണ്, ഈ ഐക്യത്തിനെതിരെ സംഘടിപ്പിച്ച പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച സമരമായിരുന്നു അല്ലെ. നമുക്കറിയാം, അകാലികൾ, പഞ്ചാബിൽ നിന്നും അകാലികൾ എത്തിയിട്ടാണ് ഇവിടെ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള EV രാമസ്വാമി നായ്ക്കർ ഈ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളത്തിലേക്ക് വന്നത് അല്ലെ. രണ്ടാമതായിട്ട് ആദ്യം വന്നത് 1920-ലാണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് വന്നത് 1925 വന്നത് ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇത്തരത്തില് വളരെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ഒരു സമരമാണ് വൈക്കം സത്യാഗ്രഹം. അതുകൊണ്ട് തന്നെ PSCക്ക് വളരെ ഇഷ്ടമാണ്. 1924 വൈക്കം സത്യാഗ്രഹം എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. കൃത്യമായിട്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ 1924 മാർച്ച് 30. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 603 ദിവസം നീണ്ടു നിന്നു. മാസക്കണക്ക് പറയുകയാണെങ്കിൽ 20 മാസം, ദിവസം പറയുകയാണെങ്കിൽ 603 ദിവസം നീണ്ടു നിന്ന ഒരു സത്യാഗ്രഹമായിരുന്നു. 1924 മാർച്ച് 30 ആരംഭിച്ചിട്ട് 1925 നവംബർ 23 വരെ, ഡേറ്റ് നിർബന്ധമായിട്ടും പഠിക്കണം, PSC ചോദിച്ചിട്ടുണ്ട്. 1924 മാർച്ച് 30 ആരംഭിച്ചിട്ട് 1925 നവംബർ 23 വരെ നീണ്ടു നിന്നു അല്ലെ. ആ സമരമാണ്. അപ്പൊ ഈ 603 ദിവസം നീണ്ടു നിന്ന സമരമാണ്. ഇതിന് മുമ്പായിട്ട് 1924 സമരം ആരംഭിച്ചു എന്ന് പറഞ്ഞു. ഇതിന് മുമ്പായിട്ട് 1923 കാക്കിനാട സമ്മേളനം, INCയുടെ കാക്കിനാട സമ്മേളനത്തിൽ TK മാധവൻ ഐക്യത്തിനെതിരായിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1923 കാക്കിനട സമ്മേളനത്തിൽ TK മാധവൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. TK മാധവൻ നമ്മുടെ ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് TK മാധവൻ എന്ന് പറയുന്നത്. TK മാധവൻ ഐക്യത്തിനെതിരായിട്ടൊരു പ്രമേയം കാക്കിനട സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്നിട്ടാണ് 1924 ഈ നമ്മുടെ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരരീതി എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈക്കം ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് താഴ്ന്ന ജാതിക്കാർക്ക്, അവർണർക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 3 സമുദായത്തിൽപ്പെട്ട, ഒന്ന് നമ്പൂതിരി സമുദായത്തിൽപ്പെട്ടത്, പിന്നൊന്ന് ഈഴവര്, പിന്നൊന്ന് പുലയര്, ഇങ്ങനെ 3 സമുദായത്തിൽ നിന്നും ഓരോരുത്തരെ വീതം സെലക്ട് ചെയ്തിട്ട് ഇവര് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈ ബോർഡ് വെച്ചിരിക്കുന്ന ഭാഗം വരെ ചെല്ലാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. കാരണം അവിടെ സെക്യൂരിറ്റി ഉണ്ടാവില്ലേ, ചെക്ക് ചെയ്യാൻ വേണ്ടി ആളുണ്ടായിരിക്കും. അപ്പൊ അവിടെ വെച്ച് തടഞ്ഞിട്ട് പറയും, അവർണർക്ക് ഉള്ളിലേക്ക് പ്രവേശനമില്ല, സവർണ ജാതിയിൽപ്പെട്ട മാത്രമേ അകത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈഴവനെയും പുലയനെയും അവിടെ വെച്ച് തടയും. ഇത് സംഘർഷത്തിലേക്ക് കലാശിക്കും. തുടർന്ന് ഇവരെ 3 പേരെയും അറസ്റ്റ് ചെയ്ത് നീക്കും. അടുത്ത ദിവസം വീണ്ടും ഇതേപോലെ തന്നെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ബ്രാഹ്മണ സമുദായത്തിലോ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ഒരാൾ ഈഴവ സമുദായത്തിൽ നിന്നും, ഒരാൾ പുലയ സമുദായത്തിൽ നിന്നും
രണ്ടാം ദിവസവും ഇത് ആവർത്തിക്കും. ആ ബോർഡിന്റെ അവിടെ വെച്ച് ഇവരെ തടയും. വീണ്ടും ഇവരോട് പറയും അവർണർക്ക് ഉള്ളിലേക്ക് പ്രവേശനമില്ല, സവർണ ജാതിക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് സംഘർഷം വരും, അറസ്റ്റ് ചെയ്ത് നീക്കും. ഇതാണ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യത്തെ ദിവസം പോയവര് ആ 3 പേരെ പേര് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആദ്യ ദിവസം നായർ സമുദായത്തിൽപ്പെട്ട ഗോവിന്ദ പണിക്കര്, നമ്മുടെ നായർ വിഭാഗത്തിൽ നിന്നും ഗോവിന്ദ പണിക്കര്, പിന്നെ ഈഴവ സമുദായത്തിൽ നിന്നും ബാഹുലേയൻ, പുലയ വിഭാഗത്തിൽ നിന്നും കുഞ്ഞാപ്പി, ഇവർ 3 പേരാണ് പോയത്. അപ്പൊ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ, കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. അത് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ, കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ഇവർ 3 പേരാണ് ആദ്യത്തെ ദിവസം പോയത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തു വെക്കണം. പിന്നെ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ടി കെ മാധവനും കെ പി കേശവമേനോനാണ്. ടി കെ മാധവനും കെ പി കേശവമേനോനാണ്. കൂടാതെ മന്നത്ത് പത്മനാഭൻ, നിങ്ങൾക്കറിയാലോ മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നടത്തിയത് അല്ലെ. അതായത് ഈ വൈക്കം സത്യാഗ്രഹത്തിന് സവർണരുടെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, സവർണർക്ക് യാതൊരു കുഴപ്പമില്ല, അവർണര് ഇതിൽ കൂടി ക്ഷേത്ര പരിസരത്ത് കൂടി നടക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല എന്നുള്ള സവർണരുടെ പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് സവർണ വിഭാഗക്കാരുടെ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഈ ജാഥ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് മന്നത്ത് പത്മനാഭനെ ഉപദേശിച്ചത് ആരാണ്? അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് നിർദ്ദേശിച്ചത് ഗാന്ധിജിയാണ് അല്ലെ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത്. എവിടെ നിന്ന് എവിടം വരെയായിരുന്നു? വൈക്കത്തല്ലേ ഈ സംഭവം നടക്കുന്നത്. അപ്പൊ വൈക്കത്ത് നിന്നും തിരുവനന്തപുരം വരെയാണ് സവർണ ജാഥ നടത്തിയത്. വൈക്കത്ത് നിന്നും തിരുവനന്തപുരം വരെയാണ് സവർണ ജാഥ നടത്തിയത്. അപ്പൊ മന്നത്ത് പത്മനാഭൻ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അതേപോലെ തന്നെ കെ കേളപ്പൻ നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അല്ലെ. കെ കേളപ്പൻ, അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൽ കെ കേളപ്പൻ വരുന്നുണ്ട്, മന്നത്ത് പത്മനാഭൻ വരുന്നുണ്ട്, സി വി കുഞ്ഞിരാമൻ, കൂരൂർ നീലകണ്ഠപിള്ള, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, ഇവരൊക്കെ മറ്റ് നേതാക്കളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ടി കെ മാധവനും കെ പി കേശവമേനോനാണെന്ന് ഓർത്തേക്കാം. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നടത്തി എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി കൂടി ജാഥ നടത്തിയിട്ടുണ്ടായിരുന്നു. അതാരാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ അല്ലെ. ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാരനാണ്. ഇ വി രാമസ്വാമി നായ്ക്കറാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, സ്വാഭിമാന പ്രസ്ഥാനം അഥവാ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ അയിത്തത്തിനെതിരെ ആയിക്കോ തന്നെ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അഥവാ സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. അപ്പൊ ഈ വി രാമസ്വാമി നായ്ക്കർ മധുരയിൽ നിന്ന്, കാരണം തമിഴ്നാട്ടുകാരനാണല്ലോ, അതുകൊണ്ട് തന്നെ മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നടത്തിയത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. അതുകൊണ്ട് തന്നെ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. അതേപോലെ തന്നെ പെരിയോർ എന്നറിയപ്പെടുന്നത് വൈക്കം വീരർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. അപ്പൊ ഇ വി രാമസ്വാമി നായ്ക്കർ എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ഒന്നാമത്തത് വൈക്കം ഹീറോ അല്ലെങ്കിൽ വൈക്കം വീരർ എന്നും അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. അതുപോലെ പെരിയോർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനാർത്ഥം വൈക്കത്ത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടിയും അവിടെ ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള പിന്തുണനെ പിന്നെ എവിടെ നിന്നാണ്? പഞ്ചാബിൽ നിന്നും ഈ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആരാണ്? അകാലികള് ഈ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ഭക്ഷണശാലയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. ചപ്പാത്തി, അതോടുകൂടിയിട്ടാണ് നമ്മുടെ കേരളീയർക്ക് ചപ്പാത്തി കൂടി ഇഷ്ടവിഭവമായി മാറിയത്. മുമ്പ് നമ്മൾ കഞ്ഞിയും പയറാണ് നമ്മുടെ ഇഷ്ടവിഭവമായിരുന്നത്. പക്ഷേ നമുക്ക് ചപ്പാത്തി കൂടി കേരളത്തിൽ പ്രശസ്തമായി തുടങ്ങിയത് ഈ അകാലികൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് എത്തി ചപ്പാത്തി, ഈ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നവർക്ക് ചപ്പാത്തി ഉണ്ടാക്കി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗാന്ധിജിയുടെ ഇത് നിർദ്ദേശപ്രകാരം തന്നെയാണ് പിന്നീട് ഇത് നിർത്തലാക്കിയത്. അതായത് ഈ പഞ്ചാബിൽ നിന്നുള്ളവരുടെ ഈ ഭോജനം സ്വീകരിക്കുന്നത് നാണക്കേടാണ്, അല്ലെങ്കിൽ അത് ഭിക്ഷ സ്വീകരിക്കുന്നത് പോലെയാണെന്നൊക്കെ ഗാന്ധിജി ഇതേ തുടർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇത് വേണ്ടാന്ന് വെച്ചു, ഈ അകാലികളുടെ ഈ ഭക്ഷണശാലയൊക്കെ വേണ്ടാന്ന് വെച്ചു. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ പിന്തുണയും ഇതിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കാരണം ശ്രീനാരായണ ഗുരു ഇതിന് സംഭാവന നൽകിയിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് 1000 രൂപയാണ് സംഭാവന നൽകിയത്. പക്ഷെ ഇന്നത്തെ 1924 1000 രൂപ എന്ന് പറയുന്നതിന് ഇന്നത്തെ എന്തായാലും 1 ലക്ഷം രൂപയുടെ അടുത്ത് വാല്യൂ ഉണ്ടായിരിക്കും അല്ലെ. 1000 രൂപ സംഭാവന നൽകിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ വെല്ലൂർ മഠം, വൈക്കത്തുള്ള വെല്ലൂർ മഠം വൈക്കം സത്യാഗ്രഹത്തിന്റെ ആശ്രമമായിട്ട് ഉപയോഗിച്ചിരുന്നു. വെല്ലൂർ മഠം എവിടെയാണ്? വെല്ലൂർ മഠം, വൈക്കത്തുള്ള വെല്ലൂർ മഠം ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ആശ്രമമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യരായിട്ടുള്ളവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു.
അതിൽ പ്രധാനപ്പെട്ടത് സ്വാമി സത്യവർദ്ധൻ. ജസ്റ്റ് കേട്ടാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് മാത്രം നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഈ ശ്രീനാരായണ ഗുരുവിന്റെ വെല്ലൂർ മഠം, വൈക്കത്തുള്ള വെല്ലൂർ മഠം ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ആശ്രമമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം മൈൻഡിൽ വെക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് സ്വാമി സത്യവർദ്ധനും അതേപോലെ കോട്ടുകോയിക്കൽ വേലായുധൻ. ഇവരൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യരായിരുന്നു. ഇവരും ഈ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഗാന്ധിജിയുടെ സപ്പോർട്ടാണ് അല്ലെ. ഗാന്ധിജി ഇതേക്കുറിച്ചിട്ട്, ഈ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ യങ് ഇന്ത്യ എന്നുള്ള ന്യൂസ് പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 1925 അദ്ദേഹം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലേക്ക് സന്ദർശനം നടത്തിയത്. എന്നിട്ട് ഈ അവർണരുമായിട്ടുള്ള സമ്പർക്കം മൂലം ഈ ഗാന്ധിജിക്ക് പ്രവേശനം നിഷേധിച്ച ഒരു കോവിലകം ഉണ്ട്. ആ കോവിലകത്തിന്റെ പേര് ഇണ്ടം തുരുത്തി മന എന്നാണ്. അങ്ങനെ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് നിങ്ങൾ കേട്ട് വെച്ചാൽ മതി. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പിക്ചറിൽ കണ്ടിട്ടുണ്ടാവും ഒരു മനയുടെ പുറത്തിരുന്നു കൊണ്ട് ഗാന്ധിജി സംസാരിക്കുന്നത്. ഉള്ളിൽ ഒരാളിരുന്ന് കേൾക്കുന്നുണ്ട്, പുറത്തിരുന്ന് ഒരാൾ സംസാരിക്കുന്നുണ്ട് അല്ലെ. ഗാന്ധിജി പുറത്തിരുന്ന് സംസാരിക്കുന്നു. ഇത് അകത്തേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. എന്തിന്റെ പേരിലാണ്? അവർണരുമായിട്ട് സമ്പർക്കം പുലർത്തി എന്നുള്ള കാരണത്താൽ ഗാന്ധിജിക്ക് പ്രവേശനം നിഷേധിച്ച മനയാണ് അല്ലെങ്കിൽ കോവിലകമാണ് ഇണ്ടം തുരുത്തി മന എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് നിങ്ങളുടെ കൂടെ ഓർമ്മിച്ച് വെക്കാം. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവെ. അങ്ങനെ ഈ ദേശീയ നേതാക്കളുടെയൊക്കെ ഇടപെടലിലൊക്കെ തുടർന്നുകൊണ്ട് 1925 നവംബർ 23 നമ്മുടെ ഈ വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴിച്ച് ബാക്കിയുള്ള വഴിയിൽ കൂടി എല്ലാം തന്നെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു അല്ലെ. ഈ വിജയത്തെ നമ്മുടെ ഗാന്ധിജി പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്നാണ്. സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയാണ്. നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരത്തെയും ഗാന്ധി വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇനി ഇങ്ങനെ ഈ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? അത് റാണി സേതുലക്ഷ്മിബായി ആണ് അല്ലെ. റാണി സേതുലക്ഷ്മിബായി ആണ് ഇങ്ങനെ ഈ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന് കിഴക്കേ നടയിൽ കൂടിയുള്ള കിഴക്കേ റോഡ് ഒഴികെ ബാക്കി എല്ലാ റോഡിൽ കൂടിയും അവർണർക്ക് സഞ്ചരിക്കാം എന്നുള്ള വിളംബരം പുറത്തിറക്കിയത് റാണി സേതുലക്ഷ്മിബായി ആണ്. കാരണം ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് 1924 ആരംഭിക്കുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു. പിന്നെ അദ്ദേഹം മരണപ്പെട്ടു അല്ലെ. സാധാരണ നമ്മുടെ നാടുവാഴി സാമൂതിരിമാര് അല്ലെങ്കിൽ ഭരണാധികാരികൾ തിരുവിതാംകൂർ ഭരണാധികാരികൾ മരണപ്പെടുന്നതിനെ പറയാം നാട് നീങ്ങി എന്നാ പറയാം. അപ്പൊ ശ്രീമൂലം തിരുനാള് നാട് നീങ്ങി. പകരം വരേണ്ടിയിരുന്നത് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. പക്ഷെ ശ്രീ ചിത്തിര തിരുനാളിന് പ്രായമായിട്ടുണ്ടായിരുന്നില്ല. 18 വയസ്സായെങ്കിലല്ലേ ഭരണം ഏറ്റെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ശ്രീ ചിത്തിര തിരുനാളിന് പ്രായമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് റാണി സേതുലക്ഷ്മിബായി ആണ് അധികാരത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ സമരം വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. എന്നാൽ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് റാണി സേതുലക്ഷ്മിബായി ആണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്തെ ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി ആണ്. വൈക്കം മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു നിവേദനം സമർപ്പിച്ചതും ഈ റാണി സേതുലക്ഷ്മിബായിക്കാണ്. അതായത് ഒരു നിവേദനം എല്ലാവരും ഒപ്പിട്ടുകൊണ്ട് 20,000 പേര് ഒപ്പിട്ടുകൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം സമർപ്പിച്ചു. അതാർക്കാണ് സമർപ്പിച്ചത്? റാണി സേതുലക്ഷ്മിബായിക്ക് തന്നെയാണ്. ആ നിവേദനത്തെയാണ് നമ്മൾ വൈക്കം മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. ഈ വൈക്കം മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ളയാണ്. നമ്മൾ നേരത്തെ വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ പറഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ളയാണ് ഈ വൈക്കം മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. 20,000-ഓളം പേര് അതിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് സമർപ്പിച്ചതും ഈ റാണി സേതുലക്ഷ്മിബായിക്ക് തന്നെയാണെന്നൊന്ന് ഓർത്തു വെക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സവർണജാഥ പറഞ്ഞപ്പോൾ സവർണജാഥ ഇവിടെ നിന്നും വൈക്കത്തു നിന്നും ആരംഭിച്ചത് 1924 നവംബർ 1-നാണ്. 1924 നവംബർ 1-നാണ് ആരംഭിച്ചത്. അത് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത് 1924 നവംബർ 12-നുമാണ്. നവംബർ 1-ന് ആരംഭിച്ചു, നവംബർ 12-നാണ് അവിടെ എത്തിച്ചേർന്നത് കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ 1924 നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ 2024 എത്ര വർഷം തികഞ്ഞു? 100 വർഷം തികഞ്ഞു അല്ലെ. വൈക്കം സത്യാഗ്രഹത്തിന് 100 വർഷം തികഞ്ഞു. 2024 100 വർഷം തികഞ്ഞ ഒരു സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തപാൽ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് 2021-ലാണ്. 2024 അല്ല. നമ്മളിങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ മിക്കവരും അത് 2024 എഴുതി വെക്കും. അല്ല,
2021 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പോസ്റ്റൽ വകുപ്പ് പോസ്റ്റൽ കവർ ആണ് ഇറക്കിയത്, സ്റ്റാമ്പ് അല്ല. പോസ്റ്റൽ കവർ പുറത്തിറക്കിയ വർഷം 2021 കൂടി ഓർത്തേക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ നമ്മൾ പറഞ്ഞില്ലേ വൈക്കം സത്യാഗ്രഹം വിജയമായിരുന്നു. 1925 നവംബർ 23 ഈ ക്ഷേത്രത്തിന് കിഴക്കേ നടയിൽ കൂടിയുള്ള റോഡ് ഒഴികെ ബാക്കി എല്ലാ വഴികളും അവർണർക്കും കൂടി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ 1928 വിളംബരത്തോട് കൂടിയിട്ടാണ് തിരുവിതാംകൂറിലുള്ള എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കും വേണ്ടി, എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തത് 1928 വിളംബരത്തോടു കൂടിയാണ്. അതും കൂടി ഓർത്തു വെക്കണം. കാരണം ശ്രീധര മേനോന്റെ ഒക്കെ നോട്ടിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1928 1928 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തത് 1926 നടന്ന മറ്റൊരു സംഭവമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു എന്ന് പറഞ്ഞു, 25 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു അല്ലെ. 1926 ശുചീന്ദ്രം സത്യാഗ്രഹം നടക്കുന്നത്. ഈ ശുചീന്ദ്ര സത്യാഗ്രഹം ഈ വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നൊരു സത്യാഗ്രഹമാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെ നടന്ന സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹത്തിൽ നിന്നൊക്കെ ഒരു പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് എന്ന് പറയാം അല്ലെ. എവിടെ തന്നെയാണ്? ദക്ഷിണ തിരുവിതാംകൂറിൽ തന്നെ നടന്നതാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെ നടന്ന ഒരു സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത് എം.ഇ. നായിഡു ആണ്. ഡോക്ടർ എം.ഇ. നായിഡു ആണ് ഇതിന്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത്. ശുചീന്ദ്രം ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിൽ കൂടി സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് 1926 ഫെബ്രുവരി 19 നിങ്ങൾ ആ ഡേറ്റ് ഒന്നും കൃത്യമായിട്ട് പഠിക്കണമെന്നില്ല, കാരണം ഇത് പ്രിലിംസിന് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. മെയിൻ എക്സാമിനൊക്കെ ആയിട്ട് പഠിച്ചാൽ മതി. 1926 ഫെബ്രുവരി 19 ഈ ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ശുചീന്ദ്രം എന്ന് പറഞ്ഞിട്ടുള്ള ശിവക്ഷേത്രം അതിന് ചുറ്റുമുള്ള വഴികളിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരംഭിച്ചതാണ്. ഇതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ എം.ഇ. നായിഡു ആണ്. എം.ഇ. നായിഡു അദ്ദേഹം തന്നെയായിരുന്നു ഇതിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. പ്രസിഡന്റ് എന്ന് പറയുന്നത് എം. സുബ്രഹ്മണ്യ പിള്ളയാണ്. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് നിങ്ങൾ മൈൻഡിൽ വെക്കുക. പിന്നെ ശുചീന്ദ്രം സത്യാഗ്രഹം അടിച്ചമർത്തിയത് സവർണ ജാതിക്കാരാണ് ഇത് അടിച്ചമർത്തിയത്. ഇനി 1930 ഉപ്പ് സത്യാഗ്രഹം. 1930 ഉപ്പ് സത്യാഗ്രഹം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം എന്നാണ് ആരംഭിച്ചത്. 1930 ഏപ്രിൽ 13 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് അല്ലെ. കെ കേളപ്പനാണ് നേതൃത്വം നൽകിയത്. പയ്യന്നൂരാണെന്ന് നമുക്കറിയാം. പയ്യന്നൂരിലെ ഉളിയത്ത് കടവായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത്. പ്രധാന കേന്ദ്രം പയ്യന്നൂരിലെ ഉളിയത്ത് കടവായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഉളിയത്ത് കടവാണ്. കേരളത്തിലെ പ്രധാന കേന്ദ്രം, ഈ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരിലെ ഉളിയത്ത് കടവായിരുന്നു. 1930 ഏപ്രിൽ 13 ഈ ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് നിയമം ലംഘിക്കുന്നതിനുള്ള ജാഥ ആരംഭിച്ചു അല്ലെ. ആരംഭിച്ചിട്ട് എന്നാണ് ഉളിയത്ത് കടവിൽ എത്തിച്ചേർന്നത്? 1930 ഏപ്രിൽ 21 ഏപ്രിൽ 13 ആരംഭിച്ചു. ഏപ്രിൽ 13 വിഷുവിന്റെ തലേ ദിവസം ഏപ്രിൽ 13 ആരംഭിച്ചു. ഏപ്രിൽ 21 എവിടെ എത്തിച്ചേർന്നു? ഉളിയത്ത് കടവിൽ എത്തിച്ചേർന്നിട്ട് നമ്മുടെ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പൊ ഇവര് ഈ പോകുന്ന വഴി നീളെ ഒരു ഗാനം ആലപിച്ചുകൊണ്ടാണ് പോയത്. അതേതാണ്? വരിക വരിക സഹചരെ അല്ലെ. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഇതാരാണ് എഴുതിയത്? അംശി നാരായണ പിള്ളയാണ് എഴുതിയത്. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, സ്ഥിരം ചോദിക്കാറുണ്ട്. അംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരെ എഴുതിയത്. അപ്പൊ ഉളിയത്ത് കടവിലാണ് ഈ ഉപ്പ് നിയമം ലംഘിച്ചത്. അതുകൊണ്ട് തന്നെ ഉളിയത്ത് കടവില് ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ വെച്ചിട്ട് നമ്മുടെ കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചു അല്ലെ. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചപ്പോൾ പിന്നീട് ഇതിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ് പിന്നീട് ഇതിന് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ മൊയ്യാരത്ത് ശങ്കരനെ അറിയപ്പെടുന്നത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ്. അപ്പൊ കെ കേളപ്പൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരള ഗാന്ധി അല്ലെ. കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ്. എന്നാൽ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ്. കാരണം
കേളപ്പൻ അറസ്റ്റ് വരിച്ചപ്പോൾ പിന്നീട് ഈ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ്. ഉളിയത്ത് കടവിലാണ് ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ എത്ര പേര് പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32 പേരാണ് ഇതിൽ പങ്കെടുത്തത്. 32 പേരാണ് ഇതിൽ പങ്കെടുത്തത്. ഇത് പയ്യന്നൂരിലെ കേസ്. ഇതേപോലെ തന്നെ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് ആരാണ് നേതൃത്വം നൽകിയെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് അറിയാം, നമ്മുടെ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തി അല്ലെ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. നമ്മൾ മുമ്പ് ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴെന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കേസ് പറഞ്ഞപ്പോൾ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കേസ് കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് കട്ടിലശ്ശേരി എന്നാണെന്ന് പറഞ്ഞു. കട്ടിലിന്മേൽ ഇരിക്കുന്നതായിട്ട് ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കട്ടിലിന്മേൽ ഇരിക്കുമ്പോൾ പ്രസ് ആവും. അപ്പൊ പ്രസിഡന്റ് കട്ടിലശ്ശേരിയും സെക്രട്ടറി നമ്മുടെ അബ്ദുൾ റഹ്മാൻ സാഹിബാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. അതേ അബ്ദുൾ റഹ്മാൻ സാഹിബ് തന്നെയാണ് കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. എന്നാണ് ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത്? ഏപ്രിൽ 13-ന്. 1930 ഏപ്രിൽ 13-നാണ് ആരംഭിച്ചത്. 1930 ഏപ്രിൽ 21-നാണ് ഉപ്പു നിയമം ലംഘിച്ചത്. അതേപോലെ തന്നെ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്നുകൊണ്ട് 43 ദിവസം ഉപവാസം അനുഷ്ഠിച്ച് ജയിലിൽ വെച്ച് മരണപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അത് PC കുഞ്ഞിരാമൻ അടിയോടിയാണ്. PC കുഞ്ഞിരാമൻ അടിയോടി ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 43 ദിവസം സത്യാഗ്രഹം കിടന്നു ജയിലിൽ. തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ ആരാണ് ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസം ഉപവാസത്തിനൊടുവിൽ മരണപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PC കുഞ്ഞിരാമൻ അടിയോടിയാണ്. അല്പം സ്പീഡിൽ പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അടുത്തത് യാചകയാത്രയെ കുറിച്ചാണ് പറയുന്നത്. യാചകയാത്ര 1931-ലാണ്. അത് യാചനയാത്രനെ കുറിച്ച് കുറെ കൂടുതലായിട്ടൊന്നും ചോദിക്കാറില്ല. ആരാണ് സംഘടിപ്പിച്ചതെന്ന് ചോദിക്കും. ആരാണ് സംഘടിപ്പിച്ചത്? VT ഭട്ടതിരിപ്പാടാണ് അല്ലെ. VT ഭട്ടതിരിപ്പാടാണ് സംഘടിപ്പിച്ചത്. 1931-ലാണ് സംഘടിപ്പിച്ചത്. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് ഇത് ഈ യാചനയാത്ര നടത്തിയത്. 7 ദിവസം നീണ്ടു നിന്നു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഓർക്കാനുള്ളൂ. യാചനയാത്ര എന്തിനു വേണ്ടിയാണ് നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദരിദ്രരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായത്തിനുള്ള ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് യാചനയാത്ര, യാചിക്കുക അല്ലെ, പഠനത്തിന് വേണ്ടി യാചനയാത്ര നടത്തിയത്. VT ഭട്ടതിരിപ്പാടാണ് നടത്തിയത്. 1931-ലാണ് നടത്തിയത്. തൃശ്ശൂരിൽ നിന്നാണ് ആരംഭിച്ചത്. ചന്ദ്രഗിരി പുഴ വരെ ആയിരുന്നു. 7 ദിവസം നീണ്ടു നിന്നു എന്നുള്ള കാര്യം മാത്രം അവിടെ ഓർക്കാനുള്ളൂ. അടുത്തത് പ്രധാനപ്പെട്ട നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 1931 തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് അല്ലെ. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം പോലെ ഒരു വിജയിച്ച സത്യാഗ്രഹമായിരുന്നില്ല. കാരണം ഇത് നിർത്തിവെക്കേണ്ടി വന്നു. നമുക്കറിയാം ഗാന്ധിയെ അറിയിച്ചുകൊണ്ടാണ് നമ്മുടെ കേളപ്പൻ ഇത് ആരംഭിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് ഗാന്ധിജിയുടെ ഒരു സമ്മതപ്രകാരമാണ്. പക്ഷെ ഇത് നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് കടന്നപ്പോൾ ഗാന്ധിജി ഇത് വേണ്ടാന്ന് നിർദ്ദേശിക്കുകയും തുടർന്ന് കേളപ്പൻ അത് ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള പിന്നീടുള്ള സമരങ്ങൾക്ക് ഊർജം പകരാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് ഊർജം പകരാൻ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് എപ്പോഴും PSC ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതെന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുള്ളൂ. എന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്? 1931 നവംബർ 1-നാണ് ആരംഭിക്കുന്നത്. ഇത് ആരംഭിക്കുന്നതിന് KPCCയുടെ പിന്തുണ ഉണ്ടായിരുന്നു. അതായത് KPCCയുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രമേയം പാസ്സാക്കിയത് വടകര സമ്മേളനത്തിലാണ്. KPCC ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസ്സാക്കിയത് 1931 വടകര സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രമേയം പാസ്സാക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിക്കുക എന്നുള്ളതായിരുന്നു അല്ലെ. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശനം എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രസിഡന്റിനും ചോദിക്കും, സെക്രട്ടറിയും ചോദിക്കും. അതാണ് പിന്നീട് ഇഷ്ടപ്പെട്ട ചോദ്യം. സെക്രട്ടറി എന്ന് പറയുന്നത് കേളപ്പനാണ്. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ P-യിലല്ലേ ആരംഭിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ അല്ലെ, പത്മനാഭൻ P ഉണ്ട് അല്ലെ അവിടെ, മന്നത്ത് പത്മനാഭൻ. കേളപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സൗണ്ട് ആണ് വരുന്നത്. അപ്പൊ സെക്രട്ടറിയാണ് ആര്? കേളപ്പൻ. സെക്രട്ടറി കേളപ്പനും പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. ഇത് PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി ആരെന്നും ചോദിക്കാറുണ്ട്, പ്രസിഡന്റ് ആരായിരുന്നു ചോദിക്കാറുണ്ട്. സെക്രട്ടറി കേളപ്പനാണ്, പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്.
പിന്നെ ഈ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് വ്യക്തികളാണ്. ഒന്ന് സുബ്രഹ്മണ്യൻ തിരുമുമ്പും മറ്റൊന്ന് പി കൃഷ്ണപിള്ള. പി കൃഷ്ണപിള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അത് പി കൃഷ്ണപിള്ള എന്ന് പറയുന്നത് ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് ഗുരുവായൂർ അമ്പലത്തില് മണി മുഴക്കിയ അബ്രാഹ്മണൻ. അതായത് ബ്രാഹ്മണന്മാര് മാത്രമേ പൂജ ചെയ്യുക, ബ്രാഹ്മണന്മാര് മാത്രമാണല്ലേ ആ സമയത്തൊക്കെ പൂജ ചെയ്തിരുന്നത്, ബ്രാഹ്മണന്മാര് മാത്രമാണ്. അതേപോലെ തന്നെ ഈ മണി മുഴക്കാനുള്ള അവകാശവും ബ്രാഹ്മണന്മാർക്ക് മാത്രമാണ്, വേറെ ഒരു സമുദായക്കാർക്കും ഇല്ല. നമ്മുടെ പി കൃഷ്ണപിള്ള എന്ന് പറയുന്നത് നായർ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. പിള്ള കേൾക്കുമ്പോൾ അറിയാലോ, പി കൃഷ്ണപിള്ള. അപ്പൊ നായർ സമുദായത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു പി കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. പക്ഷെ ബ്രാഹ്മണർക്ക് മാത്രമേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കാൻ അവകാശമുള്ളൂ. അപ്പൊ പി കൃഷ്ണപിള്ള മണി മുഴക്കുകയും തുടർന്ന് വലിയ രീതിയിലുള്ള മർദ്ദനത്തിന് വിധേയമാകുകയും ചെയ്തു. തുടർന്ന് നമ്മുടെ പി കൃഷ്ണപിള്ള പറഞ്ഞത്, ഉശിരുള്ള നായർ മണിയടിക്കട്ടെ, എച്ചിൽ പെറുക്കി നായർ അവരുടെ പുറം അടിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഉശിരുള്ള നായർ മണിയടിക്കട്ടെ, എച്ചിൽ പെറുക്കി നായര് അവരുടെ പുറം അടിക്കട്ടെ എന്നാണ് പി കൃഷ്ണപിള്ള പറഞ്ഞത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അതേപോലെ തന്നെ നമ്മുടെ സുബ്രഹ്മണ്യ തിരുമുമ്പ് എന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ക്ഷേത്രപ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റനാണ് സുബ്രഹ്മണ്യ തിരുമ്പും എന്ന് പറയുന്നത്. അല്ലാതെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എ കെ ഗോപാലനാണ് വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഇത് ക്ഷേത്രപ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. അതേപോലെ തന്നെ കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നതും സുബ്രഹ്മണ്യൻ തിരുമുമ്പ് തന്നെയാണ്. സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് നമ്മുടെ EMS നമ്പൂതിരിപ്പാടാണ്. എന്തെന്നാണ് വിശേഷിപ്പിച്ചത്? കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ചത് സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെയാണ്. EMS ആണ് ഇത്തരത്തിൽ വിശേഷിപ്പിച്ചത്. അതേപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. ഈ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലഘുലേഖ പ്രസിദ്ധീകരിച്ചു. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലഘുലേഖ പ്രസിദ്ധീകരിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ പ്രസംഗം നടത്തിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഗുരുവായൂർ പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ 10ാം ദിവസം പ്രസംഗം നടത്തുകയും ചെയ്ത നവോത്ഥാന നായികയാണ് ആര്യാപള്ളം എന്ന് പറയുന്നത്. അപ്പൊ ആര്യാപള്ളവും എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്? നമ്മുടെ ഈ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആര്യാപള്ളം എന്താണ്? മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവരിൽ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെടുത്തുന്നത് ആരാണ്? അതിലെ ഓപ്ഷനിൽ ആര്യാപള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായികയാണ് ആര്യാപള്ളം. അവര് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 10ാം ദിവസം പ്രസംഗം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് നിരാഹാര സത്യാഗ്രഹം നമ്മുടെ കേളപ്പനാണ് നടത്തിയത്. കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് നമ്മുടെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ 2-നാണ്. അപ്പൊ 1931 മുതൽ 32 വരെ നീണ്ടുനിന്ന ഒരു സത്യാഗ്രഹമാണ് അല്ലെ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. 31-ലാണ് ആരംഭിച്ചത്. 1931 നവംബർ 1-നാണ് ആരംഭിച്ചത്. 1932 ഒക്ടോബർ 2-ന് 2 അല്ലെ. നേരത്തെ 1-1 1931 നവംബർ 1 1931 നവംബർ 1-നാണ് ആരംഭിച്ചത്. അവസാനിച്ചത് എന്നാണ് 1932 ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തിയുടെ അന്ന് നമ്മുടെ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം തന്നെ കേളപ്പൻ ഈ നിരാഹാരം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ പറഞ്ഞില്ല, ഇത് വിജയമായിരുന്നില്ല. കാരണം ഇത് ക്ഷേത്രപ്രവേശനമൊന്നും അനുവദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും പിന്നീട് നടന്ന ഈ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾക്കൊക്കെ വലിയൊരു പ്രേരണയായി തീരാൻ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. അതേപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭം 1932 തന്നെ നടന്നതാണ്. നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നതാണ് നിവർത്തന പ്രക്ഷോഭം. എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം.
ഈഴവർക്ക്, മുസ്ലിങ്ങൾക്ക്, അതുപോലെ ക്രിസ്ത്യാനികൾക്ക്, ഈഴവർക്ക്, മുസ്ലിങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ജനസംഖ്യ ആനുപാതികമായി തന്നെ നിയമസഭയിൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട്, നിയമസഭാ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരം പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവർത്തന പ്രക്ഷോഭമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എപ്പോഴും ചോദിക്കാറുള്ളത് കേരള PSC അല്ലെങ്കിൽ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ. നമ്മുടെ കേരള PSCയുടെ മുൻഗാമി എന്ന് പറയുന്നത് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് അല്ലെ. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായത്. എന്നാണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചത്? 1936 അല്ലെ. 1936 ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചത്. ഇത് പിന്നീട് കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് 1956. അപ്പൊ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള പ്രക്ഷോഭം എന്ന് പറയുന്നത് നിവർത്തന പ്രക്ഷോഭമാണ്. ഈഴവർക്ക്, ക്രിസ്ത്യാനികൾക്ക്, മുസ്ലിംസിന് ജനസംഖ്യ ആനുപാതികമായി തന്നെ പ്രാതിനിധ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഒരു സംയുക്ത രാഷ്ട്രീയ സമിതി, സംയുക്തമായിട്ട് അല്ലെ, ഈഴവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സംയുക്ത രാഷ്ട്രീയ സമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. 1932 സംയുക്ത രാഷ്ട്രീയ സമിതി രൂപീകരിക്കുന്നത്. 1932 തന്നെയാണ് നിവർത്തന പ്രക്ഷോഭം അല്ലെ. സാധാരണയായിട്ട് PSC ചേരുമ്പടി ചേർക്കാനും അതുപോലെ കാലക്രമത്തിനനുസരിച്ചിട്ട് എഴുതാനൊക്കെ പറഞ്ഞു തരാറുണ്ട് അല്ലെ. അപ്പൊ അത് ശ്രദ്ധിക്കണം. 1932 നമ്മൾ പറഞ്ഞു 30 ഉപ്പ് സത്യാഗ്രഹം നടന്നു. 31, 32 വരെ, 31 ആരംഭിച്ചിട്ട് 32 വരെ നീണ്ടു നിന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 31 തന്നെയാണ് യാചന യാത്ര നടത്തിയത്. 32 ഇവിടെ നമ്മുടെ നിവർത്തന പ്രക്ഷോഭം വരുന്നത്. നിവർത്തന പ്രക്ഷോഭം 1932 എന്തിനു വേണ്ടിയിട്ടാണ്? ഈഴവ, അതുപോലെ മുസ്ലിം, ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്ക് ജനസംഖ്യ ആനുപാതികമായി തന്നെ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയതാണ് നിവർത്തന പ്രക്ഷോഭം. നമ്മുടെ ട്രാവൻകൂർ PSC രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഈ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C. കേശവനാണ്. അതും PSC സ്ഥിരം ചോദിക്കാറുണ്ട് അല്ലെ. C. കേശവനാണ് കോഴഞ്ചേരി പ്രസംഗം, നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. ഇനി നമ്മൾ ഈ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ കാര്യം പറഞ്ഞില്ലേ. ഈ സംയുക്ത രാഷ്ട്രീയ സമിതി 1933 ശ്രീ ചിത്തിര തിരുനാളിന്, ആ സമയത്ത് ശ്രീ ചിത്തിര തിരുനാളായിരുന്നല്ലോ. 1933 പറയുമ്പോൾ ശ്രീ ചിത്തിര തിരുനാളല്ലേ. ശ്രീ ചിത്തിര തിരുനാളിന് ഒരു മെമ്മോറിയൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ജനസംഖ്യ ആനുപാതികമായി തന്നെ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സംയുക്ത രാഷ്ട്രീയ സമിതി ശ്രീ ചിത്തിര തിരുനാളിനൊരു മെമ്മോറിയൽ സമർപ്പിച്ചതും 1933 തന്നെയാണ്. ഇനി അതേപോലെ തന്നെ ഈ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ജിഹ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? നാവ്. ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ് എന്നാണ് അർത്ഥം. അപ്പൊ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം കേരള കേസരിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്നത്. അടുത്തത് 1936 നടന്ന വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുന്നത് വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് ഒരു വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുന്നത്. അതായത് കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖൻ ചെട്ടി തൃശ്ശൂരിലെ വൈദ്യുതി വിതരണത്തിനുള്ള അധികാരം ചന്ദ്രിക എന്ന കമ്പനിക്ക് നൽകിയതാണ് വൈദ്യുതി സമരത്തിനുള്ള കാരണം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടത് ആരാണ്? അത് ഷൺമുഖൻ ചെട്ടി അല്ലെ. RK ഷൺമുഖൻ ചെട്ടിയാണ്. നമ്മുടെ കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്നൊക്കെ വിശേഷിപ്പിച്ച നമ്മുടെ RK ഷൺമുഖം ചെട്ടി തൃശ്ശൂരിലെ വൈദ്യുതി വിതരണത്തിനുള്ള അധികാരം ചന്ദ്രിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടുണ്ടായ സമരമാണ് അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുന്നത്. 1936 അത് തൃശ്ശൂർ ജില്ലയിലാണ് നടന്നത്. ഇനി 1936 വൈദ്യുത പ്രക്ഷോഭ സമരകാലത്ത് ശ്രദ്ധാ കേന്ദ്രമായിരുന്ന നേതാവ് എന്ന് പറയുന്നത് ഇക്കണ്ട വാര്യറാണ് വൈദ്യുത പ്രക്ഷോഭത്തിന്റെ ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത്. ഈ വൈദ്യുത പ്രക്ഷോഭത്തെ അടിച്ചമർത്താണ് ഉണ്ടായത്. അത് അടിച്ചമർത്തിയത് കൊച്ചി ഗവൺമെന്റ് ആണ് വൈദ്യുത പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയത്. എപ്പോഴും ചോദിക്കാറുള്ളത് വൈദ്യുത പ്രക്ഷോഭം എവിടെയാണ് നടന്നത് ചോദിക്കാറുണ്ട്. തൃശ്ശൂർ ജില്ലയിലാണ് നടന്നത്. ഏത് വർഷമാണ് നടന്നതെന്ന് ചോദിക്കാറുണ്ട്. 1936 നടന്നത്. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ആരായിരുന്നു? ഇക്കണ്ട വാര്യർ അതുപോലെ തന്നെ CR ഇയ്യുണ്ണി പിന്നെ AR മേനോൻ ഇവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഇക്കണ്ട പ്രധാനപ്പെട്ട വ്യക്തിയാണ്. കൊച്ചി ഗവൺമെന്റ് ഈ വൈദ്യുത പ്രക്ഷോഭത്തെ അടിച്ചമർത്തി. ഈ വൈദ്യുതി സമരമൊക്കെ സാധാരണ ഡേറ്റ് മാത്രമാണ് കൂടുതലും ചോദിക്കാറുള്ളത്. പക്ഷെ നിവർത്തന പ്രക്ഷോഭം അങ്ങനെയല്ല. നിവർത്തന പ്രക്ഷോഭം ഒരുപാട് തവണ പല തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പറയാം, നിങ്ങളൊന്ന് നോക്കി നോക്കാം.
ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യ അനുപാതികമായിട്ട് നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രക്ഷോഭം ഏതെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് നിവർത്തന പ്രക്ഷോഭമാണ്. അതേപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വോട്ടവകാശത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും നിവർത്തന പ്രക്ഷോഭമാണ്. അതേപോലെ തന്നെ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും നിവർത്തന പ്രക്ഷോഭമാണ്. അതേപോലെ തന്നെ 1932 ഭരണഘടന പരിഷ്കാരങ്ങൾക്കെതിരെ നടത്തിയ പ്രക്ഷോഭം 1932 ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കെതിരെ ആരംഭിച്ച പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുത്തരവും നിവർത്തന പ്രക്ഷോഭം തന്നെയാണ്. പിന്നെ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് C കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയതെന്നും ഓർത്തിരിക്കണം. അടുത്തത് നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരം കൂടിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ വരുന്ന സമരങ്ങൾക്കൊക്കെ നമുക്ക് വർഷവും പ്രധാനപ്പെട്ട നേതാക്കളും മാത്രം നോക്കിയിരുന്നാൽ മതിയാവും. അപ്പൊ ഈ ക്ഷേത്രപ്രവേശന വിളംബരം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹം പറഞ്ഞു അല്ലെ, ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നതെന്ന് പറഞ്ഞു. ഗുരുവായൂർ സത്യാഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുണ്ടായിരുന്നു. ഈ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനഹിത പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പൊന്നാനി താലൂക്കിൽ ജനഹിത പരിശോധന, അതായത് ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പരിശോധന അല്ലെ. അതിൽ 77% സവർണറും ഈ അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകണം എന്ന് അനുകൂലിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്തത്. പക്ഷെ എന്നിട്ടും ഭരണാധികാരികൾ അതിന് തയ്യാറായില്ല. അപ്പൊ ഈ ഒരു ജനഹിത പരിശോധന നടത്തിയത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്നിട്ട് അതിൽ 77% സവർണറും അനുകൂലിച്ചാണ് വോട്ട് ചെയ്തത്. അതായത് അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകണം എന്നാണ് 77% സവർണറും ആവശ്യപ്പെട്ടത്. പക്ഷെ അത് അംഗീകരിക്കാൻ ഭരണാധികാരികൾ തയ്യാറായില്ല എന്ന് മാത്രം. ഈ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് 3 സ്ഥലത്തും നടന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ തിരുവിതാംകൂറിൽ നടന്നതാണ് നമ്മുടെ 1936 ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. അത് നടത്തിയത് ആരാണ്? അത് പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാളാണ് അല്ലെ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. ഇത് തിരുവിതാംകൂറിലെ അവർണരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അനുവദിച്ചുകൊണ്ട് നടത്തിയ വിളംബരമാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം. അതിനുശേഷം പിന്നെ കൊച്ചിയിലും മദ്രാസിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 1936 നവംബർ 12. 1936 നവംബർ 12 നടത്തിയത്. ആ സമയത്തെ ദിവാന് CP രാമസ്വാമി അയ്യറായിരുന്നു. CP രാമസ്വാമി അയ്യറായിരുന്നു ദിവാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ സമയത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്, തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ നമ്മുടെ ഗാന്ധിജി എന്താണ് പറഞ്ഞത്? ആധുനിക ലോകത്തെ മഹാത്ഭുതം അല്ലെ, ആധുനിക ലോകത്തെ മഹാ അത്ഭുതം എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഈ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അതേപോലെ തന്നെ ജനങ്ങളുടെ ആധ്യാത്മിക വിഭോജനത്തിന്റെ അധികാര രേഖയുടെ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതും അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടതും ഗാന്ധിജി തന്നെയാണ്. അപ്പൊ ഗാന്ധിജി 2 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം അല്ലെ, ഒരു മഹാത്ഭുതമാണ് അല്ലെ, അവർണർക്കും കൂടി ഇത് നൽകുക എന്നുള്ളത്. അപ്പോൾ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടതും മഹാത്മാഗാന്ധി തന്നെയാണ്. പിന്നെ നമ്മുടെ C രാജഗോപാലാചാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാത്മകവും രക്തരഹിതവുമായിട്ടുള്ള വിപ്ലവം അല്ലെ, അഹിംസാത്മകവും രക്തരഹിതവുമായിട്ടുള്ള വിപ്ലവം എന്നാണ് C രാജഗോപാലാചാരി പറഞ്ഞത്. പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് പറയുന്നത് TK വേലുപ്പിള്ളയാണ്. അപ്പൊ 3 പേര് പറഞ്ഞതും ശ്രദ്ധിക്കണം. ആദ്യം നമ്മുടെ മഹാത്മാഗാന്ധിജിയാണ്. ഒന്നാമത്തത് പറഞ്ഞത് ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖയായിട്ടുള്ള സ്മൃതി എന്ന് അഭിപ്രായപ്പെട്ടു. C രാജഗോപാലാചാരി എന്താണ് പറഞ്ഞത്? അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം. ആ രക്തരഹിതം എന്നുള്ള കാര്യം ഓർത്തു വെച്ചാൽ മതി. രക്തരഹിതമായിട്ടുള്ള വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് C രാജഗോപാലാചാരിയാണ്. എന്നാൽ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ളയാണ്. അതിൽ ഗാന്ധിജിയും C രാജഗോപാലാചാരിയും PSC സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. പിന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും ക്ഷേത്രപ്രവേശന വിളംബരാണെന്ന് ഓർത്തു വയ്ക്കാം. ഈ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? അത് ഉള്ളൂർ S പരമേശ്വര അയ്യറാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. പിന്നെ നമ്മൾ പറഞ്ഞു തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു.
അതേപോലെ തന്നെ കൊച്ചിയിലും മലബാറിലും ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയത്താണ്, 1947 47 ജൂൺ 2-ന് മലബാറിലെ ക്ഷേത്രപ്രവേശന വിളംബരം. 1947 ജൂൺ 2-ന് മലബാറിലെ ക്ഷേത്രപ്രവേശന വിളംബരവും 1947 ഡിസംബർ 20-ന് കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പൊ ആദ്യം തന്നെ തിരുവിതാംകൂറാണ് അല്ലെ. 1936 നവംബർ 12-ന് തിരുവിതാംകൂർ, മറ്റേത് രണ്ടും 47 പക്ഷെ ഡേറ്റ് വ്യത്യാസമുണ്ട്. ജൂൺ 2-നാണ് മലബാറിലെ 1947 ജൂൺ 2-നാണ് മലബാറിലെ ക്ഷേത്രപ്രവേശന വിളംബരം. 1947 ഡിസംബർ 20-നാണ് കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം. പക്ഷെ കൂടുതലും ചോദിക്കാറുള്ളത് തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഇനി നമ്മുടെ ഈ തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് 1937 ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 1937 37 കേരളത്തിൽ ഗാന്ധി അവസാനമായിട്ട് വന്നു. അവസാനമായിട്ട് വന്നത് 1937 ഒരു തീർത്ഥാടനം എന്നാണ് വിശേഷിപ്പിച്ചത്. അത് എന്ത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ഈ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവസാനമായിട്ട് വന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നീടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് വർഷങ്ങൾ നിർബന്ധമായിട്ടും ഓർമ്മയിൽ ഉണ്ടാവണം. കാരണം ഓർഡർ ആക്കാനോ അല്ലെങ്കിൽ നമുക്ക് ചേരുംപടി ചേർക്കാനോ വരും. ഈ 1936 തന്നെയാണ് നമ്മുടെ AK ഗോപാലൻ പട്ടിണി ജാഥ. 1936 AK ഗോപാലൻ മദ്രാസ് ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക്, അതായത് ഈ ജനജീവിതത്തെ, മലബാറിലുള്ള ജനങ്ങളുടെ ജനജീവിതത്തെ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നടത്തിയതാണ് പട്ടിണി ജാഥ എന്ന് പറയുന്നത്. AK ഗോപാലനാണ് നടത്തിയത്. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കാണ് നടത്തിയത്. 32 പേരാണ് പങ്കെടുത്തത്. നമ്മൾ ഇവിടെ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം പറഞ്ഞപ്പോൾ അവിടെ 32 പേര് തന്നെയാണ് പങ്കെടുത്തത്. ഈ പട്ടിണി ജാഥയിലും 32 പേര് തന്നെയാണ് പങ്കെടുത്തത്. AK ഗോപാലനാണ് 1936 നടത്തിയത്. എന്തിനു വേണ്ടിയാണ് നടത്തിയത്? മലബാറിലുള്ള ജനങ്ങളുടെ ജീവിതത്തെ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എവിടെ തൊട്ട്? കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് നടത്തിയത്. അടുത്തത് 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ആ പേര് പോലെ തന്നെയാണ് ഉത്തരവാദത്തോട് കൂടിയിട്ടുള്ള ഒരു ഗവൺമെന്റ് വരാൻ വേണ്ടിയിട്ട് അല്ലെ. ഇലക്ഷനിലൂടെ തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം കൊണ്ടുവരിക എന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ഒരു പ്രക്ഷോഭമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഈ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് TM വർഗീസും അതുപോലെ പട്ടം താണുപിള്ളയും നമ്മുടെ തിരുവിതാംകൂറിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന, തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ഈ പട്ടം താണുപിള്ള, അതുപോലെ TM വർഗീസ്, C കേശവൻ. പട്ടം താണുപിള്ള, TM വർഗീസ്, അതുപോലെ തന്നെ C കേശവൻ. ഇവർ 3 പേരെയാണ് തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇവരൊക്കെ തന്നെയാണ് ഈ നമ്മുടെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നതും. 1938 നടത്തുന്നത്. 38-39 കാലഘട്ടം. ഇതിൽ നമ്മുടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും അതേപോലെ തന്നെ കൊച്ചി രാജപ്രജാ മണ്ഡലവും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും കൊച്ചി രാജപ്രജാ മണ്ഡലവും ചേർന്ന് നടത്തിയ ഒരു പ്രക്ഷോഭമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് 1938 അക്കമ്മ ചെറിയാൻ രാജധാനി മാർച്ച് നടത്തുന്നത്. PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണത്. 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അക്കമ്മ ചെറിയാന് രാജധാനി മാർച്ച് നടത്തുന്നത്. ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത് 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത് 1938. എന്നാൽ കൊച്ചി രാജപ്രജാ മണ്ഡലം രൂപം കൊണ്ടത് 1941. കൊച്ചി രാജപ്രജാ മണ്ഡലം നിലവിൽ വന്നത് 1941. അതിന്റെ ആദ്യത്തെ സമ്മേളനം ഇരിഞ്ഞാലക്കുടയിൽ വെച്ചാണ് നടന്നത്. അതും ചോദിച്ചിട്ടുണ്ട്. കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ ആദ്യത്തെ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? ഇരിഞ്ഞാലക്കുടയിൽ വെച്ചാണ് നടന്നത്. അതിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. അതിന്റെ ആദ്യത്തെ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. അതേപോലെ ഈ കൊച്ചി രാജപ്രജാ മണ്ഡലത്തെ നിരോധിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിറക്കിയ ഒരു കൊച്ചി ദിവാൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരും ചോദിക്കാറുണ്ട്. AFW ഡിക്സൺ ആണ്. AFW ഡിക്സൺ ആണ് ഈ കൊച്ചി രാജപ്രജാ മണ്ഡലത്തെ നിരോധിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിറക്കിയ കൊച്ചി ദിവാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഒന്ന് നോക്കിയിരിക്കുക, കൊച്ചി രാജപ്രജാ മണ്ഡലം ഒന്ന് നോക്കിയിരിക്കുക. 1941 ഇത് രൂപീകരിച്ചത്. ഇതിന്റെ ആദ്യത്തെ സമ്മേളനം ഇരിഞ്ഞാലക്കുടയിൽ വെച്ചാണ് നടന്നത്. സെക്രട്ടറിയുടെ പേര് VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നാണ്. പിന്നെ അടുത്തത് മൊറാഴ സമരം വർഷം പഠിച്ചേക്കുക. 1940 മൊറാഴ സമരം നടന്നത്. മൊറാഴ സമരം എന്ന് പറയുന്നത് നമ്മുടെ 2ാം ലോക മഹായുദ്ധത്തിലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ഒരു പ്രക്ഷോഭമാണ് മൊറാഴ സമരം. 2ാം ലോക മഹായുദ്ധത്തിലും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾക്കെതിരെ നടത്തിയ
ഒരു സമരമാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ സമരമായിരുന്നു ഈ മൊറാഴ സമരം എന്നുള്ളത്. മൊറാഴ സമരത്തെ തുടർന്ന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരിയുടെ പേര് KPR ഗോപാലൻ എന്നാണ്. AK ഗോപാലൻ അല്ല, KPR ഗോപാലൻ. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ വധശിക്ഷ നടപ്പിലാക്കിയില്ല. ഗാന്ധിയുടെ ഇത് പ്രകാരം, അഭ്യർത്ഥന പ്രകാരം അല്ലെങ്കിൽ ഗാന്ധി മൂലം ഇതിന് ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കുകയും ചെയ്തു. അപ്പൊ 1940-ലാണ് മൊറാഴ സമരം. മൊറാഴ സമരം 1940-ലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിലും അതുപോലെ ബ്രിട്ടീഷുകാരുടെ ഈ മർദ്ദന മുറകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ച സമരമാണ് മൊറാഴ സമരം. മൊറാഴ എന്ന് പറയുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരിലാണ് മൊറാഴ. 1940-ലാണ് മൊറാഴ സമരം നടന്നത്. ഇതേ തുടർന്നിട്ട് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി KPR ഗോപാലനാണ്. KPR ഗോപാലന് പക്ഷെ ഈ ശിക്ഷയ്ക്ക് ഇളവ് ലഭിച്ചു. ആര് കാരണം? നമ്മുടെ ഗാന്ധിജി കാരണം. അടുത്തത് കയ്യൂർ സമരം. 1941-ലാണ് കയ്യൂർ സമരം. കയ്യൂർ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. നേരത്തെ നമ്മൾ മൊറാഴ സമരം പറഞ്ഞു. 1940-ലാണ് മൊറാഴ സമരം. മൊറാഴ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ് അല്ലെ. എന്നാൽ കയ്യൂർ സമരം 1941-ലാണ് കാസർഗോഡ് ജില്ലയിലാണ്. കയ്യൂർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ഈ കാസർഗോഡ് എന്ന് പറയുന്നതും ഈ ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള സ്ഥലമായിരുന്നു. നമുക്കറിയാം ആദ്യം ഇത് മലബാറിന്റെ ഭാഗം തന്നെയാണ് കാസർഗോഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതാദ്യം നമ്മുടെ ടിപ്പു സുൽത്താന്റെ കൈവശമായിരുന്നു. ശ്രീരംഗപട്ടണ ഉടമ്പടിയെ തുടർന്ന് ഇത് ആർക്ക് കിട്ടി? ബ്രിട്ടീഷുകാർക്ക് കിട്ടി. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ അമിതമായിട്ടുള്ള നികുതിയും അതുപോലെ തന്നെ ജന്മിമാരുടെ ചൂഷണങ്ങൾക്കും നിരന്തരം വിധേയരായ ജനവിഭാഗമായിരുന്നു ഈ കാസർഗോഡൊക്കെ ഉള്ളത്. അപ്പൊ ഇവരുടെ പ്രതിഷേധങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർ കൂടുതൽ ബ്രിട്ടൻ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ബ്രിട്ടൻ എന്താണ് ചെയ്തത്? ഈ നികുതികളെല്ലാം ഒന്നും കൂടി വർദ്ധിപ്പിച്ചു. അപ്പൊ ഇത് കൂടുതൽ ജനങ്ങളെ ദുരിതത്തിലാക്കി. ഇതേ തുടർന്ന് ഈ ബ്രിട്ടീഷ് ചൂഷണത്തിനും അതുപോലെ തന്നെ ജന്മിത്തത്തിനുമെതിരെ കാസർഗോഡ് നടന്ന ഒരു സമരമാണ് കയ്യൂർ സമരം എന്ന് പറയുന്നത്. സർക്കാരിന് ഇവർ കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ കാസർഗോഡുള്ള ആളുകൾ, കർഷകർ കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് വിളകൾക്ക് താങ്ങുവില നൽകണം. അതേപോലെ തന്നെ അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണം. കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം നൽകുന്ന സ്ഥാപനങ്ങൾ ആരംഭിക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഇവർ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഇതിനിടയിൽ ഈ പ്രക്ഷോഭങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ആവശ്യങ്ങൾക്കൊക്കെ കൂടുതൽ കരുത്ത് പകരാൻ വേണ്ടി ഒരു ദിവസം, ആ ഡേറ്റ് ഒന്നും പഠിക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, 1940 സെപ്റ്റംബർ 15 ഒരു പ്രതിഷേധ ദിനമായിട്ടൊക്കെ ആചരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മുടെ സർക്കാർ ഒരു വിജ്ഞാപനം ഇറക്കി, ഇത് നിരോധിച്ചിരിക്കുന്നു. ഇങ്ങനെ ഈ പ്രതിഷേധ ദിനമായിട്ടൊന്നും ആചരിക്കാൻ പാടില്ല, ഇത് നിരോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസം എവിടെയും കൂട്ടം കൂടാനോ യോഗം ചേരാനൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരും ഒരു ഉത്തരവിറക്കി. പക്ഷേ ഈ ദിവസം ഈ നിരോധനയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് കർഷകർ പല സ്ഥലങ്ങളിലായിട്ട് തടിച്ചുകൂടി യോഗങ്ങളും അതുപോലെ ജാഥകളൊക്കെ നടത്തി. അങ്ങനെ തലശ്ശേരിയിലെ ജവഹർ ഘട്ടിലെ സെന്റ് ജോസഫ് സ്കൂളിന് സമീപം നടന്ന ഒരു യോഗത്തിന് നേരെ ഈ പെട്ടെന്ന് തന്നെ ബ്രിട്ടീഷ് പട്ടാളം യാതൊരു പ്രകോപനമൊന്നുമില്ലാതെ തന്നെ ഈ സമരക്കാരുടെ നേരെ പാഞ്ഞെടുക്കുകയും ഇവർക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു. നമ്മൾ ഈ ജാലിയൻ വാലാബൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ലേ, അതായത് ഒരു യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു, അവിടേക്ക് ബ്രിട്ടീഷ് പട്ടാളം യാതൊരു വക മുന്നറിയിപ്പില്ലാതെ എത്തിയിട്ട് നേരെ വെടിയുതിർക്കും അല്ലെ. ഇത് തന്നെയായിരുന്നു സംഭവിച്ചത്. അന്നത്തെ ദിവസം ഈ ജനങ്ങൾ ആ യോഗം ചേർന്നിരിക്കുന്ന സ്ഥലത്തേക്ക്, സെന്റ് ജോസഫ് സ്കൂളിന് സമീപത്തായിട്ട് യോഗം ചേരുന്ന സ്ഥലത്തേക്ക് ബ്രിട്ടീഷ് പട്ടാളം എത്തുകയും ഇവർക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു. ഈ വെടിവെപ്പില് അവിടുത്തെ സ്കൂൾ അധ്യാപകനായിട്ടുള്ള അബു മാസ്റ്ററും അതേപോലെ തന്നെ ഒരു ബീഡി തൊഴിലാളിയായിട്ടുള്ള ചാത്തുക്കുട്ടിയും വധിക്കപ്പെട്ടു. അപ്പൊ ഒരു അധ്യാപകനും കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ ചാത്തുക്കുട്ടി, ബീഡി തൊഴിലാളിയായിട്ടുള്ള ചാത്തുക്കുട്ടിയും ഇതിൽ കൊല്ലപ്പെട്ടു. അധ്യാപകന്റെ പേര് അബു മാസ്റ്റർ എന്നാണ്, ജസ്റ്റ് കേട്ടാൽ മാത്രം മതി. അങ്ങനെ ഇതിനെ തുടർന്ന് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിറ്റേ ദിവസം ഒരു ജാഥ നടത്താണ്. ഈ ജാഥയ്ക്ക് മുന്നിലേക്ക് പെട്ടെന്ന് അറിയാതെ ഇതിൽ ഈ നമ്മുടെ നേരത്തെ ഈ യോഗത്തിന് നേരെ ആക്രമിക്കാൻ വന്ന പോലീസുകാരുണ്ടല്ലോ, അതിൽ ഒരാളായ സുബരായൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസുകാരൻ, അത് ഇവരുടെ കൂടെ ഈ ജാഥയ്ക്ക് നേരെ തലേദിവസത്തെ യോഗത്തിന് നേരെ വെടിയുയർത്ത പോലീസുകാരിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് സുബരായൻ എന്ന് പറയുന്നത്. ഈ വ്യക്തി അറിയാതെ ഈ ജാഥയ്ക്ക് മുന്നിൽ അകപ്പെട്ടുപോയി.
അപ്പൊ ഈ സുബരായനെ കണ്ടോടുകൂടി ജനക്കൂട്ടം മൊത്തത്തിൽ അക്രമാസക്തമായി അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി മുതിർന്നു. പക്ഷെ മുതിർന്ന നേതാക്കളൊക്കെ ഇതിനെ തടഞ്ഞു. പക്ഷെ ഇത് ജനങ്ങളുടെ ഇത് കണ്ടോടുകൂടിയിട്ട് ഈ സുബരായൻ പേടിച്ചിട്ട് ഓടിച്ചെന്ന് പുഴയിൽ ചാടി. പുഴയിൽ ചാടി ഇദ്ദേഹത്തിന് നേരെ കല്ലെറിയുകയും പിന്നെ അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ യൂണിഫോം ഒക്കെ ധരിച്ചിട്ടായതുകൊണ്ട് ഇദ്ദേഹത്തിന് വിചാരിച്ച പോലെ നീന്തി കയറാൻ സാധിച്ചില്ല. അതിലും ആ പുഴയിൽ മുങ്ങി മരിക്കുകയും ചെയ്തു. ഇതേ തുടർന്നിട്ട് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുകയും തൂക്കിൽ കൊല്ലുകയൊക്കെ ഉണ്ടായി. ഇതാണ് കയ്യൂർ സമരം എന്ന് പറയുന്നത്. 1941 ഇത് നടന്നത്. അപ്പൊ ഈ കയ്യൂർ സമരം നടന്ന നദീതീരം കരിയങ്കോട് നദിയാണ്. കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള കരിയങ്കോട് നദി തേജസ്വിനി നദി എന്നറിയപ്പെടുന്നതും ഈ കരിയങ്കോട് നദിയാണ്. അപ്പൊ നദിയുടെ പേര് ശ്രദ്ധിക്കുക. കരിയങ്കോട് നദിയാണ് തേജസ്വിനി നദി എന്നറിയപ്പെടുന്നതും ഈ കരിയങ്കോട് നദീനെ. ഇതിനെ തേജസ്വിനി എന്ന് വിശേഷിപ്പിച്ചത് കന്നഡ സാഹിത്യകാരിയായിട്ടുള്ള നിരഞ്ജനയാണ്. കന്നഡ സാഹിത്യകാരനായിട്ടുള്ള നിരഞ്ജനയാണ് ഈ പുഴയെ കരിയങ്കോടിനെ എന്തെന്ന് തേജസ്വിനി നദി എന്ന് വിശേഷിപ്പിച്ചത്. ഈ കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രിയാണ് EK നായനാർ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയുടെ പേര് EK നായനാർ ആണ്. EK നായനാർ പങ്കെടുത്തതാണ് കയ്യൂർ സമരം എന്ന് പറയുന്നത്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചിരസ്മരണ എന്നുള്ള നോവൽ എഴുതിയത് നിരഞ്ജനയാണ്. ചിരസ്മരണ എന്നുള്ള നോവൽ എഴുതിയത് നിരഞ്ജനയാണ്. അതേപോലെ തന്നെ കയ്യൂർ സമരത്തെ ആസ്പദമാക്കിക്കൊണ്ട് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ എന്നുള്ളത്. മീനമാസത്തിലെ സൂര്യൻ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ്. മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് AV കുഞ്ഞമ്പു രചിച്ച കൃതിയാണ് കയ്യൂരും കരിവെള്ളൂരും. ഈ രണ്ടും എന്താണ് ജന്മിത്തത്തിനെതിരെ നടന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് AV കുഞ്ഞമ്പു രചിച്ച കൃതിയാണ് കയ്യൂരും കരിവെള്ളൂറും എന്നുള്ളത്. അതുപോലെ കയ്യൂർ സമരചരിത്രം രചിച്ചത് VV കുഞ്ഞമ്പു. രണ്ട് കുഞ്ഞമ്പിന്റെയും ഇനീഷ്യൽ വ്യത്യാസമുണ്ട്. മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെ കുറിച്ചിട്ട് കയ്യൂരും കരിവെള്ളൂറും എന്നുള്ള കൃതി എഴുതിയത് AV കുഞ്ഞമ്പു ആണ്. കയ്യൂർ സമരചരിത്രം രചിച്ചത് VV കുഞ്ഞമ്പു ആണ്. അപ്പം ഈ കയ്യൂർ സമരം എന്നുള്ളത് 1941 ആണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ചൂഷണത്തിനും ജന്മിത്തത്തിനും എതിരായിട്ട് നടന്ന സംഭവമാണ് കയ്യൂർ സമരം. അപ്പൊ നിങ്ങൾ സാധാരണ ഏതെങ്കിലും ഇങ്ങനത്തെ പ്രക്ഷോഭങ്ങൾ സമരങ്ങളൊക്കെ പഠിക്കുമ്പോഴേ എന്തെങ്കിലും കോഡ് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ സിമ്പിൾ നിങ്ങളുടേതായിട്ടുള്ള കോഡുകൾ. ഇപ്പൊ കയ്യൂർ സമരം എന്ന് പറയുമ്പോൾ ഒരു കയ്യപദം അല്ലെ, കയ്യൂർ സമരം ഒരു കയ്യപദമായിരുന്നു. അപ്പൊ നമുക്ക് കിട്ടും കയ്യപദത്തിൽ സുബരായൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസുകാരൻ കയ്യപദത്തിൽ എന്ത് സംഭവിക്കുകയാണ്, പുഴയിലേക്ക് എടുത്ത് ചാടാണല്ലേ. അപ്പൊ അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടതോട് കൂടിയിട്ടാണ് ഈ കയ്യൂർ സമരത്തിന് പുതിയൊരു രീതി തന്നെ വരുന്നത്. അതേ തുടർന്നാണ് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുന്നതും തൂക്കിക്കൊല്ലുന്നതും ഒക്കെ സംഭവിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിലൊരു നദിയിലേക്ക് എടുത്താണ് ചാടിയത്. അപ്പൊ അവിടെ ഒരു നദിയുമായി ബന്ധം വരുന്നുണ്ട്. ആ നദിയുടെ പേരെന്താണ്? കരിയങ്കോട് നദി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ നദീനെയാണ് നമ്മൾ തേജസ്വിനി നദി എന്നുള്ളത് നമ്മുടെ കന്നഡ സാഹിത്യകാരനായിട്ടുള്ള നിരഞ്ജന ചിരസ്മരണ എന്നുള്ള പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, തേജസ്വിനി പുഴ എന്നുള്ള പേരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ മീനമാസത്തിലെ സൂര്യൻ എന്നുള്ളത് ലെനിൻ രാജേന്ദ്രൻ കയ്യൂർ സമരത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംവിധാനം ചെയ്ത സിനിമയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കാൻ പറ്റും. അതുപോലെ തന്നെ കയ്യൂർ എന്ന് പറയുമ്പോൾ ഒരു കയർ അല്ലെ. കയർ എന്ന് പറയുന്നത് ഈ ഒന്നുപോലെ അല്ലേ, കയർ ഇങ്ങനെ ഞാണ്ട് കിടക്കുമ്പോൾ നമുക്ക് ഒന്നുപോലെ തോന്നൂല്ലേ. അപ്പൊ 1941 കയ്യൂർ സമരം. ഒരു കയ്യബദ്ധത്തില് നമ്മുടെ ഈ സുബരായൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ പുഴയിലേക്ക് എടുത്ത് ചാടി. ഇങ്ങനെ ജസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാം കിട്ടൂലേ. അതുപോലെ നമ്മൾ നേരത്തെ മൊറാഴ സമരം പറഞ്ഞു. മൊറാഴ സമരം എന്ന് പറയുമ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി, മൊറാഴ വെച്ചിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ മൊറാഴ സമരം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ആദ്യത്തെ സമരമാണ്. അതേപോലെ തന്നെ നമുക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പം ഓർമ്മ വരെ കണ്ണൂർ ജില്ലയല്ല. അപ്പൊ കണ്ണൂർ ജില്ലയിലാണ് ഈ മൊറാഴ സമരം നടന്നതെന്ന് ഓർക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ മൊറാഴന്ന് മാന്ന് നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് ഒരു പൂജ്യം എഴുതിയിട്ടല്ലേ മാന്ന് എഴുതുക. അതേപോലെ തന്നെ റായിണെങ്കിലും ഒരു പൂജ്യത്തിന്റെ പോലെയല്ലേ. അപ്പൊ 1940 ഈ മൊറാഴ സമരം നടന്നത്. അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂലേ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പട്ടിണി ജാഥ, അതേപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം, വൈദ്യുതി പ്രക്ഷോഭം, ഇത് മൂന്നും നമ്മൾ 1936 പറഞ്ഞത്. അപ്പൊ നിങ്ങൾ മനസ്സിൽ വെറുതെ ഇങ്ങനെ ആലോചിക്കുക, എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ല, വൈദ്യുതി ഇല്ല, ഭക്ഷണം ഒന്നുമില്ല, ഭയങ്കര പട്ടിണിയാണ്, മുഴുപട്ടിണിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകും. എന്താണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് വിളക്കാണ് അല്ലെ, എല്ലാ വിളക്കും കത്തിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് നല്ല വെളിച്ചമുണ്ട്. അതേപോലെ തന്നെ അന്നദാനം ഉണ്ട്, ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ട്. അപ്പൊ പട്ടിണിയും മാറും അല്ലെ. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നു. അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്തേക്കാം. അപ്പൊ ഈ മൂന്നും 1936. അതായത് വൈദ്യുതി പ്രക്ഷോഭം, എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ല, അപ്പൊ വൈദ്യുതി പ്രക്ഷോഭം 1936.
പട്ടിണിയാണ്, പട്ടിണിയാണ്. പട്ടിണി ജാഥ 1936 അതുകൊണ്ട് ഞാൻ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലാണ് പോകാറുള്ളത് അല്ലെ. ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഇങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചാൽ ഈ മൂന്നും 1936 ഒരേ വർഷമാണ്. കാരണം ക്ഷേത്രപ്രവേശന വിളംബരം 1936 എല്ലാവർക്കും അറിയായിരിക്കും. ഈ വൈദ്യുതി പ്രക്ഷോഭവും അതുപോലെ പട്ടിണി ജാഥയാണ് നമുക്ക് വർഷം മാറിപ്പോകാം. അപ്പൊ അത് രണ്ടും ഈ ക്ഷേത്രവുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം 1931 എല്ലാവർക്കും കിട്ടിയിരിക്കും. പക്ഷെ യാത്ര ചോദിക്കുമ്പോൾ പെട്ടെന്ന് വർഷം കിട്ടില്ല. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്ന നടവഴി കണ്ടിട്ടുണ്ടാവില്ല, ഒരുപാട് യാചകരുണ്ടാവും ഇല്ലേ, ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് യാചകരുണ്ട്. അപ്പൊ ആ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ പോകുന്നത് മനസ്സിൽ കാണാം, തൊട്ടപ്പുറത്തുപ്പുറത്തൊക്കെ കുറെ യാചകർ നിൽക്കുന്നു. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം 1931 യാചന യാത്രയും 1931 തന്നെയാണ്. അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷങ്ങൾ മറന്നു പോകില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കയ്യൂർ സമരത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. 1941 കയ്യൂർ സമരം എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരം നടന്നത്. അതേപോലെ തന്നെ സുബരായ എന്നുള്ള പോലീസുകാരൻ മരണപ്പെട്ടു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ലെനിൻ രാജേന്ദ്രന്റെ മീനമാസത്തിലെ സൂര്യൻ എന്നുള്ള സിനിമ ഓർക്കണം. അതുപോലെ നിരഞ്ജന എഴുതിയിട്ടുള്ള കന്നഡ സാഹിത്യകാരനായിട്ടുള്ള നിരഞ്ജന എഴുതിയിട്ടുള്ള ചിരസ്മരണ എന്നുള്ള നോവലിനെ കുറിച്ച് ഓർക്കണം. ആ നദിയുടെ പേരെന്താണ്? കരിയങ്കോട് നദി എന്നാണ്. അതിന് തേജസ്വിനി നദി എന്നാണ് നിരഞ്ജന തന്റെ ഈ ചിരസ്മരണയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. അടുത്തത് കേരളത്തിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. അത് നമുക്കറിയാലോ, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം 1942. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം എന്നുള്ളത്. 1942 നമ്മുടെ രാജ്യവ്യാപകമായിട്ട് ക്വിറ്റ് ഇന്ത്യ ദിനമൊക്കെ ആചരിക്കുകയാണല്ലേ. അപ്പൊ ഇതേ തുടർന്ന് കൊണ്ട് കേരളത്തില് ഈ വിവിധ സ്ഥലങ്ങളിൽ ബോംബ് പൊട്ടിച്ചുകൊണ്ട് ഈ ബ്രിട്ടീഷുകാരെ ഞെട്ടിക്കുക, ഒരേ സമയം പലയിടങ്ങളിൽ ബോംബ് പൊട്ടിക്കുക. പക്ഷെ ആളപായം ഇല്ലാതെ. അതെങ്ങനെയാണ്? ആളപായം ഇല്ലാതെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ബോംബ് പൊട്ടിച്ചുകൊണ്ട് ഈ ബ്രിട്ടീഷുകാരെ ഞെട്ടിക്കുക എന്നുള്ളൊരു പ്ലാനോട് കൂടി ഡോക്ടർ KB മേനോന്റെ നേതൃത്വത്തിലാണ് ഈ ബോംബ് നിർമ്മാണം എന്നുള്ള ഗൂഢാലോചന നടക്കുന്നത്. അപ്പൊ ഈ ബോംബ് നിർമ്മിക്കുന്നത് കിഴരിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കിഴരിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വൻതോതിൽ ബോംബ് നിർമ്മിക്കുകയാണ്. ബോംബ് നിർമ്മിച്ചിട്ട് ഇവർ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് പൊട്ടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം വിജയിച്ചില്ല എന്നുണ്ടെങ്കിലും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് ഒരേ സമയം തന്നെ ബോംബ് പൊട്ടിക്കാൻ സാധിച്ചു. സ്ഥലങ്ങളൊന്നും എടുത്ത് ചോദിക്കാറില്ല. നമ്മളോട് അവിടെ ചോദിക്കാറുള്ളത് ഇതിന്റെ പ്രധാന ബുദ്ധി കേന്ദ്രം, ഈ കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന ബുദ്ധി കേന്ദ്രം ആരാന്ന് ചോദിക്കുന്നത് ഡോക്ടർ KB മേനോനാണ്. ഡോക്ടർ KB മേനോനാണ് കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ളത്. 1942 തന്നെയാണ്. 1942 നവംബർ 17 ഒരുപാട് സ്ഥലത്ത് ഒരേ സമയം ഈ ബോംബ് പൊട്ടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഞെട്ടിക്കുക. ചില സ്ഥലങ്ങളിൽ പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ അവർ വിജയിച്ചു. അതേപോലെ തന്നെ ഈ ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന എന്തുമായി ബന്ധപ്പെട്ടതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ കിഴരിയൂർ ബോംബ് കേസുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് 27 പേര് അറസ്റ്റിലായി. അത് മാത്രമല്ല, ഈ അറസ്റ്റിലായവർക്ക് ദീർഘകാലം ജയിലിൽ കഴിയേണ്ടി വന്നു. 13 പേർക്കാണ് കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ആജീവനാന്ത തടവിലാക്കിയത്. 27 പേരെ മൊത്തം അറസ്റ്റ് ചെയ്തതിൽ 13 പേരെ ആജീവനാന്ത തടങ്കലിലാക്കി. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഒരു നോവലാണ്, ഒരു ഗ്രന്ഥമാണ് ഇരുമ്പഴിക്കുള്ളിൽ എന്നുള്ളത്. ഏത് സംഭവവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടാണ്. കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 13 പേര് ആജീവനാന്തം തടവിലാക്കപ്പെട്ടു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുമ്പഴിക്കുള്ളിൽ എന്നുള്ളത് ഈ കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ്. എഴുതിയത് BA കേശവൻ നായരാണ് എഴുതിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ കിഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം വന്ദേ മാതരം. കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നാടകമാണ് വന്ദേ മാതരം എന്നുള്ള കാര്യം കൂടിയും അവിടെ ഓർത്തേക്കുക. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കിഴരിയൂർ ബോംബ് കേസ് ഏത് ജില്ലയിലാണ് നടന്നതെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലാണ്. കറക്റ്റായിട്ട് മലബാർ ആണെങ്കിലും കറക്റ്റായിട്ട് അത് കോഴിക്കോട് ജില്ലയിലാണ് നടന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. മെയിനായിട്ട് ഡോക്ടർ KB മേനോന്റെ പേര് ഓർത്തേക്കുക. അതുപോലെ 1942 തന്നെയാണ്. പറ്റുന്നുണ്ടെങ്കിൽ നവംബർ 17 എന്നുള്ള ഡേറ്റും കൂടി പഠിച്ചേക്കുക. പിന്നെ ഇരുമ്പഴിക്കുള്ളിൽ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് എഴുതിയത് BA കേശവൻ നായരാണ്. കിഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ് വന്ദേ മാതരം എന്നുള്ളത്. ഇത് കോഴിക്കോട് ജില്ലയാണെന്നുള്ള കാര്യം കൂടിയും ഓർത്തേക്കാം.
അടുത്തത് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം 1946 PSCക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് പുന്നപ്ര വയലാർ സമരം. ശ്രദ്ധയോടുകൂടി പഠിക്കുക. പുന്നപ്ര വയലാർ എന്ന് പറയുമ്പോൾ തന്നെ 6 അല്ലെ 1946. പുന്നപ്ര വയലാർ 1946. അതേപോലെ തന്നെ വയലാർ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ ഏത് ജില്ലയിലാണ്, ആലപ്പുഴ ജില്ലയിലാണ് അല്ലെ. ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. ഇനി എന്ത് കാരണമാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് നടന്ന പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. എന്താണ്, അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് നടന്ന പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം. അതായത് നമുക്കറിയാം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോവാണല്ലേ. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാലും തിരുവിതാംകൂർ എന്നുള്ളത് ഒരു ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ആദ്യകാലത്ത് വിസമ്മതിച്ചിരുന്നു അല്ലെ. സർ CP രാമസ്വാമി അയ്യർ എന്താണ് പറഞ്ഞത്, ഇന്ത്യൻ യൂണിയനിൽ നമ്മളെ തിരുവിതാംകൂർ ചേരുന്നില്ല, പകരം അത് വ്യത്യസ്തമായിട്ടൊരു രാജ്യമായിട്ട് തന്നെ അല്ലെങ്കിൽ വ്യത്യസ്ത ഒരു നാട്ടുരാജ്യമായിട്ട് മാറി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് സർ CP രാമസ്വാമി അയ്യർ പ്രഖ്യാപിച്ചത്. സർ CP രാമസ്വാമി അയ്യർ ആയിരുന്നു ആ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രഖ്യാപനത്തെ തുറന്നുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തെ നമ്മുടെ KCS മണി ആക്രമിക്കുന്നതും ഈ സർ CP രാമസ്വാമി അയ്യരുടെ ഒരു ചെവി നഷ്ടപ്പെട്ടു പോയി. അതേ തുടർന്ന് പിന്നെ അദ്ദേഹം ഇവിടെ നിന്ന് പലായനം ചെയ്യാണ്, തിരിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്കുള്ള മദ്രാസിലേക്ക് പേടിച്ചു ഓടിപ്പോയി. അപ്പൊ സർ CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിക്കുന്നത്, KCS മണി വധിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ ഈ സമയത്ത് പുന്നപ്ര വയലാർ സമരം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ എന്ന് പറയുന്നത് സർ CP രാമസ്വാമി അയ്യരായിരുന്നു. അദ്ദേഹം അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് എതിരെ നടന്ന പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ള മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഈ പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കാൻ ശ്രമിച്ചതും സർ CP രാമസ്വാമി അയ്യരാണ്. പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സർ CP രാമസ്വാമി അയ്യർ തന്നെയാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ എന്നുള്ളത്. നമ്മൾ നേരത്തെ കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി EK നായനാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്തത് EK നായനാറാണ്. അതേപോലെ തന്നെ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ എന്നുള്ളത്. അതേപോലെ പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് P കേശവദേവ് രചിച്ച നോവലാണ് ഉലയ്ക്ക എന്നുള്ളത്. ഈ ഉലയ്ക്ക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വയലിൽ നിന്ന് നെല്ലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉലയ്ക്ക വെച്ച് കുത്തുല്ലേ, ഉലയ്ക്ക കൊണ്ട് ഇടിക്കും. അപ്പൊ അങ്ങനെ ഓർക്കുക. അപ്പൊ ഈ ഉലയ്ക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തുമായി ബന്ധപ്പെട്ട നോവലാണ്, പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട നോവലാണ് ഉലയ്ക്ക എന്നുള്ളത്. P കേശവദേവ് ആണ് രചിച്ചത്. അതേപോലെ തന്നെ ഈ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തകഴി ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, അതാണ് തലയോട് എന്നുള്ളത്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിക്കൊണ്ട് തകഴി രചിച്ചത് തലയോടാണ്. P കേശവദേവ് ആണ് ഉലയ്ക്ക എന്നുള്ള നോവൽ രചിച്ചിട്ടുള്ളത്. ഈ തുലാം 10 സമരം എന്നറിയപ്പെടുന്നതും ഈ പുന്നപ്ര വയലാർ സമരം തന്നെയാണ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നതും പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം അത്ര നിസ്സാരമല്ല, കാരണം 1000-ലധികം പേര് ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് 1000-ലധികം പേര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു രക്തസാക്ഷി മണ്ഡപമൊക്കെ ഉണ്ട്. ആലപ്പുഴയിൽ തന്നെ കളർക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു രക്തസാക്ഷി മണ്ഡപം കളർക്കോട്. അത് ഓർത്തിക്കാൻ വേണ്ടി ഈ വയൽ എന്നൊക്കെ പറയുന്നത് നല്ല കളർഫുൾ അല്ലേ. നിങ്ങൾ വയലിന്റെ ഒക്കെ ഫോട്ടോ കണ്ടാൽ ഭയങ്കര കളർഫുൾ ആയിരിക്കും അല്ലെ, പച്ചയായിട്ട് നല്ല കളർഫുൾ ആയിരിക്കും. അപ്പൊ പുന്നപ്ര വയലാർ ഇതെന്താണ് രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് കളർക്കോട്, ആലപ്പുഴ തന്നെയുള്ള കളർക്കോടാണെന്ന് ഓർത്തിക്കുക. ഈ ദുരന്തം നടന്നത് 1946 ഒക്ടോബറിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിനെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. 1946 ഒക്ടോബറിലാണ്. ഡേറ്റ് പറയുകയാണെങ്കിൽ ഒക്ടോബർ 24 മുതൽ 27 വരെയാണ് നടന്നത്. പുന്നപ്ര വയലാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം നടപ്പിലാക്കാൻ ശ്രമിച്ചത് സർ CP രാമസ്വാമി അയ്യരാണ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നതും പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു, സർ CP രാമസ്വാമി അയ്യരാണ്. പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാനും സർ CP രാമസ്വാമി അയ്യർ തന്നെയാണ്. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം
അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ളതാണ്. 1000-ലധികം പേര് കൊല്ലപ്പെട്ട സമരമാണ് പുന്നപ്ര വയലാർ സമരം. അതുകൊണ്ട് തന്നെ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപമുണ്ട്. അത് ആലപ്പുഴയിൽ കളർക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. വയലാർ സ്റ്റാലിൻ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കരാണ്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കർ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കരാണ്. സർ CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ചത് KCS മണിയാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിക്കൊണ്ട് P കേശവദേവ് രചിച്ച നോവല് ഉലക്കയാണ്. അതുപോലെ തന്നെ പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് തകഴ് രചിച്ച നോവല് തലയോടാണ്. പിന്നെ കരിവെള്ളൂർ സമരവും 1946 തന്നെയാണ്. കരിവെള്ളൂർ കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ 1946 കരിവെള്ളൂർ സമരം നടക്കുന്നത്. കരിവെള്ളൂരിലെ സമര നായിക എന്ന് പറയുന്നത് ദേവയാനി. കരിവെള്ളൂർ സമര നായിക ദേവയാനിയാണ്. പിന്നെ പാലിയം സത്യാഗ്രഹം 1947. പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നതും പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള വഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നതാണ് പാലിയം സത്യാഗ്രഹം. 1947 ഇത് ഉദ്ഘാടനം ചെയ്തത് C കേശവനാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. ഇനി ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ സമരങ്ങളാണ്. അതൊക്കെ നമുക്ക് ഡേറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിന് ആരാണ് നേതൃത്വം നൽകിയെന്ന് പഠിച്ചാൽ മതി. അതിലൊന്നാമത് കടക്കൽ പ്രക്ഷോഭം എന്ന് പറയുന്നത് 1938 കടക്കൽ പ്രക്ഷോഭം നമ്മുടെ കടക്കൽ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ സ്ഥലമാണ് കടക്കൽ എന്ന് പറയുന്നത്. ഈ കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരെന്നാണ് ചോദിക്കാറുള്ളത്. ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ് കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് രാഘവൻ പിള്ളയാണ്. അപ്പൊ കടക്കൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് കടക്കൽ എന്നുള്ളത്. 1938 നേതൃത്വം നൽകിയത് ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ്. അതേപോലെ കൂടംകുളം സമരം എന്നൊക്കെ പറയും. അതായത് തൃശ്ശൂർ ജില്ലയിലെ കൂടൽമാണിക്യം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, ഇരിഞ്ഞാലക്കുടയിലാണ്. അവിടേക്ക് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണ് കൂട്ടംകുളം സമരം എന്ന് പറയുന്നത്. ഇരിഞ്ഞാലക്കുട ജില്ലയിലാണ്. 1946 നടന്നത്. ഇതിന്റെ പ്രധാന നേതാവ് കാട്ടുപറമ്പനായിരുന്നു ഇതിന്റെ പ്രധാന നേതാവ്. അടുത്തത് തളി ക്ഷേത്ര സമരം എന്ന് പറയുന്നതും തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ റോഡുകളും എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കാൻ വേണ്ടി നടന്ന സമരമാണ് തളി ക്ഷേത്ര പ്രക്ഷോഭം എന്ന് പറയുന്നത്. നമ്മുടെ ഈ വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പ് നടന്നതാണ് തളി ക്ഷേത്ര പ്രക്ഷോഭം. 1917 തളി ക്ഷേത്ര പ്രക്ഷോഭം നടക്കുന്നത്. പക്ഷെ ഇതൊന്നൊരു സംഘടിതമായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സംഘടിത കലാപം, ഐക്യത്തിനെതിരെ നടന്ന സംഘടിത കലാപം എന്ന് പറയുമ്പോൾ വൈക്കം സത്യാഗ്രഹം പറയുന്നത്. തളി ക്ഷേത്ര പ്രക്ഷോഭവും എന്ത് തന്നെയാണ്? തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കാൻ വേണ്ടി നടത്തിയ സമരം തന്നെയാണ് തളി ക്ഷേത്ര പ്രക്ഷോഭം. തളി ക്ഷേത്രം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഈ തളി ക്ഷേത്ര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവ് എന്ന് പറയുന്നത് കൃഷ്ണൻ. അടുത്തത് കൂത്താളി സമരം എന്ന് പറയുന്ന ഒരു കർഷക സമരമാണ്. അതായത് കൂത്താളി എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിലെ കർഷകരുടെ ഭൂമി മലബാർ കളക്ടർ പാട്ടത്തിനെടുത്തു. ഇതിനെതിരെ നടന്ന സമരമാണ് കൂത്താളി സമരം എന്ന് പറയുന്നത്. കൂത്താളി കോഴിക്കോട് ജില്ലയിലാണ്. ചത്താലും ചെത്തും കൂത്താളി എന്നുള്ളതായിരുന്നു ഇവരുടെ മുദ്രാവാക്യം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ചത്താലും ചെത്തും കൂത്താളി എന്നുള്ളതാണ് ഇവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. കൂത്താളി സമരം 1940 മുതൽ 50 വരെ കാലഘട്ടത്തിലാണ് നടന്നത്. എവിടെയാണ് നടന്നത്? ഇത് കോഴിക്കോട് ജില്ലയിലാണ്. കൂത്താളി എസ്റ്റേറ്റിലെ കർഷകരുടെ ഭൂമി മലബാർ കളക്ടർ പാട്ടത്തിനെടുത്തതിനെതിരെ നടന്ന സമരമാണ് കൂത്താളി സമരം എന്ന് പറയുന്നത്. അടുത്തത് തോൽവിറക് സമരം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ്. വിറകൊക്കെ നമ്മൾ കത്തിക്കുക ചിമ്മിണിയിലല്ലേ? നമ്മൾ അടുപ്പിന്റെ ചിമ്മിണി എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഓർക്കാം. തോൽവിറക് ചീമേനി കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. 1946 തോൽവിറക് സമരം നടന്നത്. തോൽവിറകത്തിന്റെ സമരത്തിന്റെ സമര നായിക എന്ന് പറയുന്നത് കാർത്യായനിയാണ് തോൽവിറക് സമരത്തിന്റെ നായിക എന്ന് പറയുന്നത്. അതുപോലെ ഒരണ സമരം ഒരു അണ എന്ന് പറയില്ല, അതാണ് ഒരണ സമരം എന്ന് പറയുന്നത്. ഒരണ സമരം എന്ന് പറയുന്നത് ഈ ബോട്ട് കൂലി വർദ്ധിപ്പിച്ചതിന് എതിരെ നടന്ന EMS സർക്കാരിനെതിരെ നടന്ന സമരമാണ് ഒരു അണ സമരം എന്ന് പറയുന്നത്. ഒരണ എന്ന് പറഞ്ഞാൽ 6 പൈസയായിരുന്നു. ഈ 6 പൈസ എന്നുള്ളത് 10 പൈസയായിട്ട് ബോട്ട് കൂലി വർദ്ധിപ്പിച്ചു. എവിടെ? ആലപ്പുഴ ജില്ലയിൽ. അപ്പൊ അതിനെതിരെ നമ്മളിപ്പോ ബസ് സമരം എന്നൊക്കെ പറയുന്നത് പോലെ ബോട്ട് കൂലി 6 പൈസയിൽ നിന്നും 10 പൈസയാക്കി. അതായത് 6 പൈസ എന്ന് പറഞ്ഞാൽ ഒരണീന്. അതിനെതിരെ നടന്ന ഈ
ഈ ബോട്ട് കൂലി വർദ്ധിപ്പിച്ചതിനെതിരെ EMS സർക്കാരിനെതിരെ നടന്ന സമരമാണ് ഒരണ സമരം എന്ന് പറയുന്നത്. 1957 നടന്നത്. ഇതിന് നേതൃത്വം നൽകിയത് AK ആന്റണിയും വയലാർ രവിയും ആണ്. വയലാർ രവിയും AK ആന്റണിയും. ഇത് നയിച്ച വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് KSU ആണ്. ഇത് നയിച്ച സംഘടന വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത്. പിന്നെ മുത്തങ്ങ സമരം എന്ന് പറയുമ്പോൾ അറിയാലോ, ആദിവാസികളുടെ സമരമാണ് അല്ലെ. ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് മുത്തങ്ങ സമരം. മുത്തങ്ങ സമരം വയനാട് ജില്ലയിലാണ് 2003 നടന്നത്. ഇതിന് നേതൃത്വം നൽകിയത് CK ജാനു ആണ്. CK ജാനു ആണ് മുത്തങ്ങ സമരത്തിന് നേതൃത്വം നൽകിയത്. 2003 നടന്നത്. അതുപോലെ തന്നെ ചെങ്ങറ ഭൂസമരം എന്ന് പറയുന്നതും മുത്തങ്ങ സമരം ആദിവാസികൾ ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അല്ലെ. അതേപോലെ തന്നെ ചെങ്ങറ ഭൂസമരം എന്ന് പറയുന്നതും ഭൂമിയും പാർപ്പിടവും ആവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങറയിലെ ആദിവാസികൾ നടത്തിയ സമരമാണ് ചെങ്ങറ ഭൂസമരം എന്ന് പറയുന്നത്. ഇത് 2007 മറ്റേ മുത്തങ്ങ എന്ന് പറയുന്നത് 2003 ചെങ്ങറ ഭൂസമരം 2007 ചെങ്ങറ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. മുത്തങ്ങ വയനാടാണ്, ചെങ്ങറ എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. ഈ സമരത്തിന്റെ പ്രധാന നേതാവ് ലാഹ ഗോപാലനാണ് ഇതിന്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത്. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടന്നത് 2014 അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾ. ഇതിൽ നിന്നൊക്കെ തന്നെയാണ് PSC സ്ഥിരം ചോദ്യങ്ങൾ കൊണ്ടുവരാറുള്ളത്. കേരള ഹിസ്റ്ററി എന്നുള്ള ഭാഗത്തുനിന്നും ഇത് തന്നെയാണ് ചോദ്യങ്ങളൊക്കെ കൊണ്ടുവരാറുള്ളത്. പിന്നെ അതുമായി കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാനം, പ്രത്യേകിച്ച് നമ്മുടെ ഈ ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ ചട്ടമ്പിസ്വാമി, പിന്നെ അങ്ങനെയുള്ള നേതാക്കളെയൊക്കെ പ്രധാനപ്പെട്ടവരൊക്കെ നന്നായി ഒന്ന് നോക്കി വെക്കുക. അതിൽ SCERT പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ നിങ്ങൾ കൂടുതൽ പുറത്തുനിന്ന് വാരി വലിച്ച് പഠിക്കാതെ SCERT ഈ നവോത്ഥാന നായകരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് അത് തന്നെ നമ്മുടെ കേരള ജോഗ്രഫിയും അതുപോലെ തന്നെ കേരളത്തിലെ നവോത്ഥാന നായകരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തരാൻ ശ്രമിക്കാം. ഇന്നത്തെ ക്ലാസ് ഒരല്പം സ്പീഡിൽ എടുത്തു പോയിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ 2ാം ഘട്ടം ജനുവരി 11 അല്ലെ, 2 ദിവസം കൂടി ഉള്ളൂ എക്സാമിന്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ എടുത്തത്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആവാതെ ഉണ്ട്, അല്ലാതെ കുറച്ച് സ്പീഡ് കൂടിപ്പോയി, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ക്ലാസ് നല്ലതാണെങ്കിലും കമന്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ കമന്റ് വായിക്കുന്നതാണ് അടുത്ത ക്ലാസ് എടുക്കുന്നതിനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.